യേശുവിൽ സ്നേഹിക്കപ്പെടുന്ന യുവ മനസ്സുകളെ, ക്രിസ്റ്റോഫനിയുടെ 2ാം ദിനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ക്രൈസ്റ്റ് കൾച്ചറും ഷെക്കീന ടെലിവിഷനും കൂടി ആഗോള സുവിശേഷവൽക്കരണത്തിൻ്റെ യൗവന മനസ്സുകളെ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കുവാൻ ഇതാ 2ാം ദിനമാകുന്ന ക്രിസ്റ്റോഫനിയിലേക്ക് ദൈവം നിങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുക. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 31-ാം അധ്യായം 3-ാം വാക്യം പറയുന്നുണ്ട്, എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്, നിന്നോടുള്ള വിശ്വസ്തത അചഞ്ചലമാണ്. ദൈവം നമ്മളോട് കാണിക്കുന്ന സ്നേഹത്തിൻ്റെ ആഴമാണ് എന്ന് നമ്മൾ അനുഭവിച്ചറിയാൻ പോകുന്നു. ദമാസ്കസിലേക്ക് പോയ സാവൂൾ വീണ് കിടന്നപ്പോൾ അവൻ്റെ കണ്ണ് അന്ധമായിരുന്നു. എന്നാൽ അവൻ്റെ കണ്ണിലെ പൊറ്റൻ പറഞ്ഞു വീണപ്പോൾ അവൻ കണ്ടത് അദൃശ്യമായ ദൈവാനുഭവത്തെ ദൃശ്യതലത്തിലേക്കാണ്. ഇന്ന് ദൈവം നമ്മളെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. വെളിപാട് പുസ്തകം 4:8 പറയുന്നുണ്ട്, ആയിരിക്കുന്നവനും ആയിരുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനുമായ ദൈവം, അവൻ്റെ നാമമാണ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്നേഹമുള്ള മക്കളെ, ഈ പരിശുദ്ധനായ ദൈവത്തിൻ്റെ നാമം ആര് വിളിക്കുന്നു, അത് ഏറ്റുപറയുന്നു, അത് ഹൃദയത്തിൽ പങ്കുവയ്ക്കപ്പെടുന്നു, അവിടെ ആ ദൈവ സാന്നിധ്യം നിങ്ങളുടെ മുന്നിൽ വെളിപ്പെടും. നമുക്കിന്നൊരുങ്ങാം. ഈ ദൈവ സാന്നിധ്യം നിങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വരികയാണ്. ദൈവം നിങ്ങളുടെ കൂടെ ഇന്ന് ഇറങ്ങി വന്ന് അനുഗ്രഹിക്കുന്ന സമയം. പരിശുദ്ധ ദൈവദൂതന്മാരോട് ചേർന്ന്, പരിശുദ്ധ ദൈവമാതാവിനോട് ചേർന്ന്, സകല വിശുദ്ധരോട് ചേർന്ന്, യുവാക്കളായ യുവതികളായ സഭ വിളിക്കപ്പെടാത്ത അനേകം വിശുദ്ധര് ഇന്നും സഭയിലുണ്ട്. അവരോട് ചേർന്ന് ഈ 2ാം ദിനം കർത്താവിൻ്റെ തിരുമുറിവുകളെ തൊടാനുള്ള ദിനമായി മാറാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി ഇന്ന് ദിവസം അനുഗ്രഹിക്കട്ടെ. ആമേൻ. ക്രിസ്റ്റോഫനി 2020 2ാം ദിവസത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പ്രിയപ്പെട്ട യൗവനങ്ങളെ, നമുക്കൊന്നു ചേരാം. ഷെക്കീന ടെലിവിഷനും ക്രൈസ്റ്റ് കൾച്ചറും ചേർന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരുക്കുന്ന ഒരു വലിയ അനുഗ്രഹത്തിലേക്ക് നമുക്കൊന്നു ചേർന്ന് മുന്നേറാം. പ്രിയപ്പെട്ട യൗവനമേ, ജ്ഞാനികളിൽ ജ്ഞാനിയായ സോളമൻ സഭാപ്രാസംഗികൻ 11 ഇങ്ങനെ പറഞ്ഞു, യുവാവേ, നിന്റെ യുവത്വത്തിൽ നീ സന്തോഷിക്കുക, നിന്റെ യൗവനത്തിന്റെ നാളുകളിൽ നിന്റെ ഹൃദയം സന്തോഷിക്കട്ടെ. അതേ പ്രിയപ്പെട്ടവരെ, ഇത് യൗവനത്തിന്റെ നാളുകളിൽ സന്തോഷിക്കുവാൻ യേശു പറഞ്ഞു. ഫിലിപ്പിയർ 4:4 നിങ്ങൾ സന്തോഷിക്കുക. വീണ്ടും യേശു പറയുകയാണ്, ഇടതടവില്ലാതെ എപ്പോഴും നിങ്ങൾ സന്തോഷിക്കുക. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ നമുക്ക് സന്തോഷിക്കാം. പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യം, സ്വർഗം തുറന്ന് ദൈവത്തിന്റെ ആത്മാവ് പറന്നിറങ്ങുവാൻ നമുക്കൊന്നു ചേർന്ന് സങ്കീർത്തകരോടൊപ്പം യേശുവിനെ, രാജാതിരാജാവിനെ നമുക്ക് പാടി ആരാധിക്കാം. ഇത് വലിയ അനുഗ്രഹത്തിന്റെ സമയമാണ്, ഇത് വലിയ അഭിഷേകത്തിന്റെ സമയമാണ്. നമുക്കൊന്നു ചേർന്ന് ആഗോള കത്തോലിക്ക സഭയിൽ കേരള സഭയോട് ചേർന്ന് നമുക്കൊന്നു ചേർന്ന് യൗവനങ്ങളെ ചേർന്ന് പാടാം.
പരിശുദ്ധാത്മാവേ എല്ലാവരും ചേർന്ന് വലിയൊരു അഭിഷേകത്തിനായി അഭിഷേകത്താൽ എന്നെ നിറയ്ക്കണമേ. ഒന്നാഗ്രഹിച്ച് പാടിയേ. പരിശുദ്ധാത്മാവേ യൗവനമേ ഉണര്. പറന്നിറങ്ങേണമേ. പരിശുദ്ധാത്മാവിന്റെ സമയമാണ്. അഭിഷേകത്താൽ അനുഗ്രഹത്തിന്റെ സമയമാണ്. എല്ലാവരും നിറയ്ക്കണമേ. ജീവിതത്തിലേക്ക് യൗവനമേ പാടിക്കേ. കൊടുങ്കാറ്റും നീയേ, കൊടുങ്കാറ്റുപോലെ പെരുമഴ പോലെ ദൈവത്തിന്റെ സാന്നിധ്യം. നസ്രായൻ അഗ്നി പോലെ പെരുമഴ പോലെ കൊടുങ്കാറ്റും നീയേ, ചേർന്ന് പാടാം. പെരുമഴ പോലെ നീ പെയ്തിറങ്ങണേ. കൈകൾ ഉയർത്തി, കരങ്ങളെല്ലാം ഉയർത്തിപ്പിടിച്ച് നിങ്ങളായിരിക്കുന്ന നിങ്ങളുടെ ഭവനത്തില്, നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് പ്രിയപ്പെട്ട യൗവനങ്ങളെ പരിശുദ്ധാത്മാവിനായി ദാഹിച്ചുകൊണ്ട് ഇന്നൊരു അഭിഷേകത്തിന്റെ സമയമായി പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാൻ എല്ലാവരും ആഗ്രഹത്തോടെ Comforter and counselor, take complete control. You're the living water, never drying fountain. Comforter and counselor, take complete control. ഒന്ന് വിളിച്ചു പറഞ്ഞേ. You're the living water, never drying fountain. Comforter and counselor, take complete control. പരിപൂർണ്ണ നിയന്ത്രണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് വിട്ടുകൊടുക്കാം. ഒരു ക്രിസ്റ്റോഫനി അനുഭവത്തിനായി പ്രിയപ്പെട്ട യൗവനങ്ങളെ നിങ്ങളൊന്ന് വിട്ടുകൊടുത്തേ. സന്തോഷത്തോടെ ആത്മാർത്ഥതയോടെ നിങ്ങളൊന്ന് വിട്ടുകൊടുത്തേ. നിങ്ങളൊന്ന് ചേർന്ന് പാടിക്കേ. പരിശുദ്ധാത്മാവേ, യൗവനങ്ങൾ ചേർന്ന് പാടിക്കേ. പരിശുദ്ധാത്മാവേ പോരാ പോരാ, സ്വരമുയരട്ടെ. കരങ്ങളടിച്ച് സന്തോഷത്തോടെ അഭിഷേകത്താൽ എന്നെ നമുക്കൊരു അഭിഷേകം വേണം. മറ്റൊന്നും ചോദിക്കരുത്. അഭിഷേകം ചോദിക്കരുത്. യൗവനമേ ചോദിക്കേ. എത്രയധികമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ തരികയില്ലേ. അഭിഷേകത്താൽ എന്നെ ഓഹോ, ഈ അഭിഷേകം ചോദിച്ചേ. നിറയട്ടെ. യൗവനങ്ങൾ ആത്മാവിൽ നിറയട്ടെ. പാടാ പാടാ.
പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്ത ഒരു വലിയ പ്രവൃത്തി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്ന് ചെയ്യാൻ പോവുകയാണ്. രാജാതിരാജാവ്, പ്രിയപ്പെട്ട യൗവനങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിലേക്ക്, നിങ്ങൾ കടന്നു പോകുന്ന നിങ്ങളുടെ എല്ലാ മേഖലകളിലേക്ക്, നിങ്ങൾ പഠിക്കുന്ന വ്യക്തിയായിരിക്കാം, ജോലി ചെയ്യുന്ന വ്യക്തിയായിരിക്കാം, ഏതു മേഖലയിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും ഇന്ന് യൗവനങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അഗ്നിയായി കടന്നു വരുന്ന സമയമാണ്. എല്ലാവരും ഒന്ന് കൈകളെ ഉയർത്തിക്കേ, ഹല്ലേലൂയ പറഞ്ഞ് യേശുവേ എന്നൊന്ന് വിളിച്ച് എല്ലാവരും ഒന്ന് സ്തുതിച്ചേ. ഇത് സ്തുതിയുടെ സമയമാണ്, ഇത് ആരാധനയുടെ സമയമാണ്. സ്തുതിക്കുവാൻ, ആരാധിക്കുവാൻ നമുക്കൊരു ദൈവമുണ്ട്. ഒന്ന് കൈകൾ ഉയർത്തിക്കേ, നിങ്ങള് മക്കളെ ഒന്ന് കൈകൾ ഉയർത്തിക്കേ, ഒന്ന് യേശുവേ എന്നൊന്ന് വിളിച്ചേ. സങ്കീർത്തകരോടൊപ്പം വിളിച്ചേ. പോരാ, സ്വരം ഉയരട്ടെ. യേശു ജീവിക്കുന്ന ദൈവം, മരണത്തെ തോൽപ്പിച്ചവൻ, ചീഞ്ഞളിഞ്ഞ ലാസറിനെ ഉയർപ്പിച്ചവൻ, ദാനിയേലിന്റെ അരികിൽ സിംഹക്കുഴിയിൽ ഇറങ്ങി വന്നവൻ, അവനെ പോലൊരു ദൈവമില്ല, ഇതുപോലൊരു സത്യമില്ല. മക്കളെ വിളിക്കാം, യേശു, യേശുവേ വിളിച്ചേ സന്തോഷത്തോടെ. രാജാതിരാജാവ് എഴുന്നള്ളുകയാണ്, പരിശുദ്ധനായവൻ. അവനെന്റെ ശൈലവും എൻ കോട്ടയും. ഒന്ന് കേട്ടേ, അവനെന്റെ രക്ഷയും എന്നാശ്രയം. സത്യമല്ലേ? നമുക്ക് ആശ്രയിക്കുവാൻ. അവനെന്റെ ശൈലവും എൻ കോട്ടയും. ഒന്ന് ചേർന്ന് പാടിക്കേ നിങ്ങള്. അവനെന്റെ രക്ഷയും എന്നാശ്രയം. യാകുന്നവർ, എൻ പരിചയാകുന്നവർ, എൻ പാറയാകുന്നവർ, എൻ പരിചയാകുന്നവർ, അവനെന്റെ ഉപനിധിയെ. പരിശുദ്ധനെ രാജാവേ അങ്ങേ വാഴ്ത്തിടും നീതാ. ദൈവമേ അങ്ങേ നാമിച്ചിടുന്നേ. പരിശുദ്ധനെ രാജാവേ അങ്ങേ വാഴ്ത്തിടും നീതാ. ദൈവമേ അങ്ങേ നാമിച്ചിടുന്നേ. പരിശുദ്ധനെ ചേർന്ന് പാടിക്കേ. രാജാവേ യൗവനങ്ങൾ പാടട്ടെ. പരിശുദ്ധനെ സഭയിൽ അനുഗ്രഹമാകുവാൻ രാജാവേ പാടിക്കേ. പരിശുദ്ധനെ സ്വരം ഉയരട്ടെ. രാജാവേ യേശുവിനെ ആരാധിക്കേ. പരിശുദ്ധനെ കരങ്ങളടിച്ച്. രാജാവേ പോരാ, പോരാ. പരിശുദ്ധനെ രാജാവേ അങ്ങേ വാഴ്ത്തിടും നീതാ. ശരീരമൊക്കെ നാട്ടിക്കേ. ഇരുവശങ്ങളിലേക്ക് ശരീരമൊക്കെ ആടിക്കൊണ്ട് എല്ലാവരും ചേർന്ന്. രാജാവേ അങ്ങേ വാഴ്ത്തിടും നീതാ. ധീരനാം ദൈവമേ അങ്ങേ നാമിച്ചിടുന്നേ. പാടിക്കേ, പാടിക്കേ. രാജാവേ അങ്ങേ വാഴ്ത്തിടും നീതാ. നമുക്കൊരു രാജാവേ ഉള്ളൂ, അങ്ങേ നമുക്കൊരു ദൈവമേ ഉള്ളൂ. യേശു, യേശുവിനെ ഉയർത്തിക്കേ. വലതുകരം ഉയർത്തി ഒന്ന് വിളിച്ചു പറഞ്ഞേ. ഒന്ന് വിളിച്ച് യേശുവേ എന്ന്. പോരാ, പോരാ. യേശു ആഴിയെ കൈക്കുമ്പിളിൽ ഇറക്കുവാൻ കരുത്തുള്ളവൻ, ഭൂമിയിലെ പൊടിയെ അളവ് പാത്രത്തിൽ കോരുവാൻ കരുത്തുള്ളവൻ. മക്കളെ ഒന്ന് വിളിച്ചേ. ആകാശ വിശാലതയെ ചാടിലളക്കുവാൻ
രക്ഷിപ്പാൻ കരുത്തുള്ളവൻ. ഇതുപോലൊരു ദൈവം എവിടെയുണ്ട്? നിങ്ങളൊന്ന് കണ്ണുകളെ അടച്ച് ഇരു കരങ്ങളും ഒന്ന് നെഞ്ചോട് ചേർത്ത് പിടിച്ച് യേശു എന്റെ ദൈവമാണെന്ന്, യേശുവല്ലാതെ എനിക്കൊരു ദൈവമില്ലെന്ന്, എനിക്കായി കാൽവരിയിൽ മരിച്ചവൻ, എനിക്കായി രക്തം ചിന്തിയവൻ, എന്റെ പാപങ്ങൾ ഏറ്റെടുത്തവൻ, മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിൽ നിന്നും എന്നെ കൈപിടിച്ചവൻ, അവൻ എൻ്റെ കോട്ടയാണ്, അവൻ എൻ്റെ പാറയാണ്, അവൻ എൻ്റെ പരിചയാണ്. ഞാൻ എൻ്റെ ദൈവത്തെ ആരാധിക്കും. മക്കളെ ചേർന്ന് ഇതാ സങ്കീർത്തകർ പാടുകയാണ്. നിങ്ങളും ചേർന്ന് പാടുകയെ. പരിശുദ്ധനെ രാജാവേ അങ്ങേ വാഴ്ത്തിടും നീതാ, ധീരനാം ദൈവമേ അങ്ങേ നമിച്ചിടുന്നേ. പരിശുദ്ധനെ രാജാവേ അങ്ങേ വാഴ്ത്തിടും നീതാ, ധീരനാം ദൈവമേ അങ്ങേ നമിച്ചിടുന്നേ. പരിശുദ്ധനെ രാജാവേ പരിശുദ്ധനായവനെ അറിയുക എന്നതാണ് യഥാർത്ഥ ജ്ഞാനം. മക്കളെ അറിയണം, ഏക സത്യദൈവമായ യേശുവിനെ അറിയണം. ആ യേശുവിനെ നമ്മൾ ആരാധിക്കുന്ന സമയമാണ്. എല്ലാവരും ഇരു കരങ്ങളും നെഞ്ചോട് ചേർത്ത് പിടിക്കാം, കണ്ണുകളെ അടയ്ക്കാം. ഞാൻ എൻ്റെ ദൈവത്തെ ആരാധിക്കും. എൻ്റെ ആയുസ്സോളം ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കും. നിങ്ങളൊന്ന് ചേർന്ന് പറഞ്ഞേ, നിങ്ങളൊന്ന് ചേർന്ന് പറഞ്ഞേ. നമ്മൾ പാടാൻ പോവുകയാണ്. നീ എൻ്റെ ശക്തിയാണ്, ഞാൻ നിന്നെ ആരാധിക്കും. എല്ലാവരും ചേർന്ന് പാടിക്കുക സങ്കീർത്തകരോടൊപ്പം. ഒരു വലിയ അനുഗ്രഹത്തിന്റെ സമയമാണ്. സ്വർഗം തുറക്കാൻ പോകുന്ന സമയമാണ്. മാലാഖമാർ ഇറങ്ങി വരാൻ പോകുന്ന സമയമാണ്. സറാഫുകള്, കെരൂബുകള്, ദൂതഗണങ്ങള് സ്വർഗം തുറക്കുകയാണ്. യൗവനമേ കൈകൾ ഉയർത്ത്. I will worship you with all of my strength. You are my God. Yes, you are my God. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ, ആരാധിക്കും മനസ്സോടെ, ആരാധിക്കും ഞാൻ സർവശക്തിയോടെ. യേശുവേ എൻ രക്ഷകാ, ദൈവം ആത്മാവാണ്. അവനെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട യൗവനമേ, സ്തുതികൾക്ക് യോഗ്യനും ജീവന്റെ ഉറവിടവും യേശുവ, ജീസസ് ക്രൈസ്റ്റ്.
ദാനിയേൽ 2:21. സമയങ്ങളുടെയും കാലങ്ങളുടെയും മാറ്റം നിശ്ചയിക്കുന്നത് അവിടുന്നാണ്. രാജാക്കന്മാരെ സ്ഥാപിക്കുന്നതും മാറ്റുന്നതും അവിടുന്നാണ്. അന്ധകാരത്തിൽ മറഞ്ഞിരിക്കുന്നത് എന്തെന്ന് അവനറിയാം. You're going to worship him. He is worthy enough to receive all the worship. ദൈവത്തെ നമ്മൾ ആരാധിക്കുകയാണ്. നിങ്ങൾ പല സ്ഥലങ്ങളിലാകാം ഓടി നടക്കുക. ഒന്ന്, ഈ ടെലിവിഷന്റെ മുമ്പിലേക്ക് ഒന്ന് കടന്നു വരിക. കൈകൾ വിരിച്ചു പിടിച്ച് നിങ്ങൾ ഏതെങ്കിലും കാര്യത്തിൽ worried-ആണെങ്കിൽ ഒന്ന് ദൈവത്തിന് മുന്നിൽ ഒന്ന് വിട്ടുകൊടുക്കുക. കൈകൾ ഇങ്ങനെ വിരിച്ചു പിടിക്കണം. കുരിശിൽ ഈശോ കിടന്നതുപോലെ അല്പം തലകളെ ഉയർത്താം. വിശ്വസിച്ച് once again, Holy, യേശു, are you Lord God Almighty? Holy, yes, holy, പരിശുദ്ധനേ, are you Lord God Almighty? worthy is the Lamb, Worthy is the Lamb. worthy is the Lamb. Worthy is the Lamb. You are holy. You are holy. Yes, Lord. Holy. Come on, let us sing together. Are you Lord God? Let's worship Him. Almighty? He deserves all Worthy the is the glory. Lamb. He deserves all Worthy honor. is your name. He's an amazing God. Amen. Let's worship Him. Come on, come on. Yeshua. യേശുവേ, Yeshua. സർവ്വവല്ലഭൻ, സർവ്വവല്ലഭൻ നീയേ. സ്തുതി നിനക്ക്, നിനക്ക്, സ്തുതി നിനക്ക്. സ്തുതി നിനക്ക്. ആമേൻ. Once again, come on. യേശുവേ, നമുക്ക് പാടാം. യേശുവേ, സർവ്വവല്ലഭൻ, സർവ്വവല്ലഭൻ നീയേ. സ്തുതി നിനക്ക്, സ്തുതി നിനക്ക്. ആമേൻ. Holy, കൈകൾ രണ്ടും മാറോട് ചേർന്ന് കേട്ടേ ഒന്ന്. are you Lord God Almighty? യേശുവേ, Worthy is the worthy is the Lamb. Worthy is the There is no one like Him. There is none other than Him. He conquered the world. He conquered the tomb. He is the only one God ever in the history. നമുക്ക് worship ചെയ്യാം. Hallelujah. Hallelujah. യേശുവേ, hallelujah. Hallelujah. Yes, Lord, we worship you. Hallelujah. Lord, we worship you, Lord. Amen. Hallelujah. 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 Amen. Hallelujah. കണ്ണുകൾ അടച്ച് കൈകൾ മാറോട് ചേർത്ത് പിടിച്ച് സന്തോഷത്തോടെ പിടിച്ച് ഹല്ലേലൂയ. എല്ലാ യൗവനങ്ങളും എല്ലാ യുവാക്കന്മാരും എല്ലാ യുവതികളും ഒരുമിച്ച് പാടിയേ വിളിച്ച് worship Him. നിങ്ങളുടെ വേദനകൾ വിട്ടുകൊടുക്കും.
നിങ്ങളുടെ രോഗങ്ങൾ വിട്ടുകൊടുക്കുക, നൊമ്പരങ്ങൾ വിട്ടുകൊടുക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. Come on everyone, worship him, worship him Lord. വിളിച്ചേ വലതുകരം മാത്രം ഉയർത്തിപ്പിടിച്ച് സ്തുതി നിനക്ക്, വലതുകരം മാത്രം ഉയർത്തിപ്പിടിക്കുക. ഒരു ബിഗ് സല്യൂട്ടോടുകൂടി വലത് കൈയെ മാറോട് ചേർത്ത് പിടിച്ച് സർവവല്ലഭൻ നീയേ, സ്തുതി നിനക്ക്, സ്തുതി നിനക്ക്, സ്തുതി നിനക്ക്. ആമേൻ, ആമേൻ. വലത് കൈ മാറോട് ചേർത്ത് പിടിച്ചാണ്. Gently close your eyes. My dear child, are you really broken? Are you really dejected? മുന്നോട്ട് പോകാൻ വഴിയില്ലെന്ന് തോന്നുന്നുണ്ട്. I'm lonely. I feel very dumb right now. I don't know what is next now. How could I go? How could I meet my dreams? How could I chase my life? Lord, give me a strength. വലതുകരം മാറോട് ചേർത്ത് പിടിച്ചേ. പപ്പയ്ക്ക് വയ്യേ, മമ്മി സിക്കാണ്, ആരുമില്ലെന്ന് തോന്നണുണ്ടോ? ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു. ഇന്ന് ദൂരെയാണ് പേരൻസ്. ഈ എക്സാം തോറ്റുപോയോ? വളരെ ഇഷ്ടപ്പെട്ട പപ്പയാണോ നിന്നിൽ നിന്ന് ഗുഡ് ബൈ പറഞ്ഞത്? ഈ റിലേഷൻഷിപ്പ് ബ്രോക്കണായി, ആരുമില്ലാന്നൊക്കെ തോന്നി തുടങ്ങി. ഒന്ന് പൊട്ടിക്കരഞ്ഞാൽ എല്ലാം മാറും. മോളെ, മോനെ, God loves you so much. നിനക്കാരുമില്ലെന്ന് ആര് പറഞ്ഞു? നീ ഒറ്റപ്പെട്ടെന്ന് ആര് പറഞ്ഞു? നിന്റെ ഹൃദയസ്പന്ദനങ്ങൾ അറിയുന്ന ഒരുവനുണ്ട്. He knows you very well. He knows in and out about you. മമ്മി ക്യാൻസർ ആയോ? പപ്പ വീട്ടിലില്ലേ? പപ്പയുടെ മദ്യപാനം, ഒറ്റപ്പെടൽ, ആരുമില്ലെന്ന് തോന്നി തുടങ്ങിയ അങ്ങ് മരിച്ചാൽ മതി എന്നൊരു തോന്നലുണ്ടോ? अकेला है, ഒറ്റയ്ക്കായി, I'm lonely, feel very lonely. വലതുകരവും ഇടതുകരവും യേശുവിനെ ഹഗ് ചെയ്യുന്നത് പോലെ ചേർത്ത് പിടിക്കുക. സങ്കീർത്തകൻ പറയുന്ന രണ്ടു മൂന്ന് വാക്കുകളൊന്ന് ശ്രദ്ധിക്കുക. Lord, I am sorry, Lord. അറിയാതൊന്ന് വിളിച്ച ജീസസ്.
അകത്തൂന്നൊന്ന് വിളിച്ചേ. Oh, Jesus. കരുണാമയനേ എന്ന് നമുക്കൊന്ന് വിളിക്കാം. യേശുവേ കരുണാമയനേ. കരുണാമയനാണ് അവൻ. അവൻ ജീവനാണ്. അവൻ യേശുവാ. കരുണാമയനേന്ന് നമ്മള് നെഞ്ചും കൂട് തുറന്ന് യേശുവേ ഒന്ന് അകത്തൂന്ന് വിളിച്ചേ. കരുണാമയനേ. ഒന്നുകൂടെ അകത്തൂന്ന്. യേശുവേ മോളെ കണ്ണീരോടെ വിളിച്ചേ. കരുണാമയനേ. മോനെ വിളിച്ചേ വിളിച്ചേ വിളിച്ചേ. യേശു യേശുവേ Lord, thank you. ഈശോയേ കരുണാമയനേ. യേശുവേ കരുണാമയനേ. നസ്രാനായ യേശുവേ, നിന്റെ വചനത്തിന് വേണ്ടി ഞങ്ങൾ ഒരുങ്ങുകയാണ്. മരിക്കണം മരിക്കണം മരിക്കണം. സൂസൈഡൽ ടെൻഡൻസിയിലൂടെ കടന്നു പോകുന്ന 2 പെൺകുട്ടികളെ ദൈവം സ്പർശിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരീരം മുഴുവൻ മുറിച്ച് ടീനേജിലൂടെ കടന്നു പോകുന്ന ഒരു കുട്ടി, കണ്ടെയ്ൻ ചെയ്യാനാവാത്ത നൊമ്പരങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു പെൺകുട്ടിയെ ദൈവം സ്പർശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ബെഡിൽ ഇങ്ങനെ കിടക്കുകയും കണ്ണുനീരിപ്പോൾ ഒഴുകുകയും ചെയ്യുന്ന, ശരീരത്ത് ബാൻഡേജ് ഉള്ള, നടുവിലും പുറത്തും ബാൻഡേജ് ചുറ്റിയ ഒരു ചെറുപ്പക്കാരനെ ദൈവം തൊട്ടുകൊണ്ടിരിക്കുകയാണ്. ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഡിക്ലെയർ ചെയ്തിരിക്കുന്ന ഒരു പൈതലിനെ, ജീവിത ഭയത്താൽ ഞാൻ മരിക്കും എന്ന് കരുതി മരണഭയത്തിലൂടെ പോകുന്ന ഒരു പൈതലിനെ God is touching right now. നിങ്ങൾ അതിന്റെ ഡീറ്റെയിൽഡ് ടെസ്റ്റിലാണ്. നെക്സ്റ്റ് ടെസ്റ്റ് is going to be an amazing test. നിങ്ങളൊന്നുമില്ല, നിങ്ങൾക്കൊരു പ്രോബ്ലവും ഇല്ലെന്ന് വിധി എഴുതാം. കൈകൾ മറോട് ചേർത്ത് പിടിക്കാം. ദൈവവചനത്തിനായി ഒരുങ്ങാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, നിന്റെ വലിയ സാന്നിധ്യം ഇന്ന് ക്രിസ്റ്റോഫനിയിൽ ഒഴുകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഷെക്കീന ചാനൽ, ഷെക്കീന ടെലിവിഷൻ, ദൈവമേ, അതിൻ്റെ ഈ ഫസ്റ്റ് ആനിവേഴ്സറി ഒരു കുഞ്ഞു പൈതലിനെ പോലെ 1-ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ ദൈവമേ, ക്രൈസ്റ്റ് കൾച്ചർ ഗ്ലോബൽ മിഷന് യൗവനങ്ങളുടെ കൂട്ടുകാരുമായി ക്രൈസ്റ്റ് കൾച്ചർ യൂണിവേഴ്സിറ്റി തങ്ങളുടെ പഠനം തുടങ്ങുമ്പോൾ തമ്പുരാനെ, നിന്റെ വലിയ കൃപ ഇവിടെ ഒഴുകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് എല്ലാ ഭവനങ്ങളിലും, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന യൗവനങ്ങളും അനേകരുടെയും നടുവിൽ
ദൈവത്തിൻ്റെ ആത്മാവിനെ വർഷിക്കട്ടെ. ഏതെങ്കിലും നെഗറ്റീവ് സ്പിരിറ്റ് ഇത് കേൾക്കുന്നതിന്, കാണുന്നതിന് തടസ്സം സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ മാറിപ്പോകട്ടെ. യേശുവിൻ്റെ ദിവ്യകാരുണ്യം, ഈശോയുടെ അനുഗ്രഹം, ജീസസ് ക്രൈസ്റ്റ് കൊടുക്കാൻ ഞങ്ങളുടെ സ്വർണമില്ല, വെള്ളിയില്ല, എന്നാൽ ഒരു നാമമുണ്ട്. നസ്രായനായ യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. പ്രിപ്പയർ ചെയ്യാം. ഓടിച്ചെന്ന് ബൈബിൾ എടുക്കാം, ചെറിയൊരു ബുക്ക് എടുക്കാം, പേന എടുക്കാം. ക്രിസ്റ്റോഫനിയുടെ 2ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. This is going to be an amazing day in your life. ലൈഫ് ടേൺ അറൗണ്ട് ചെയ്യുന്ന ദിവസം. ആ വലിയ ഒരാഗ്രഹത്തോടുകൂടി എല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് വിട്ടുകൊടുത്തുകൊണ്ട് നമ്മൾ തയ്യാറാകുന്നു. പിതാവായ ദൈവത്തിൻ്റെ കൃപയാൽ, പുത്രനായ യേശുവിൻ്റെ അനുഗ്രഹത്താൽ, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്താൽ, ദൈവത്തിൻ്റെ ആത്മാവോട് ചേർത്ത് വെച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. Are you really happy? സന്തോഷമാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന ക്രിസ്റ്റോഫനിയുടെ 2nd ഡേ തുടങ്ങുകയാണ്. The non-physical manifestation of Christ, tangible and visible. ദൈവത്തെ തൊടുവാൻ പറ്റുന്ന, സ്പർശിക്കുവാൻ പറ്റുന്ന, അനുഭവിക്കുവാൻ പറ്റുന്ന 2nd ഡേയിലേക്ക് കടക്കുകയാണ്. സ്റ്റേജ് നമ്പർ 2 ആണ് ഇന്ന് ക്രിസ്റ്റോഫനി ഡീൽ ചെയ്യുക. എന്തുകൊണ്ടാണ് യേശു ക്രിസ്തുവിൻ്റെ ആ വലിയ എക്സ്പീരിയൻസ് എൻ്റെ ജീവിതത്തിൽ ലഭിക്കാതെ പോവുക? ഏതെങ്കിലും ബ്ലോക്സ്, ബ്രോക്കൺനെസ്, ഹിൻഡ്രൻസസ്, തടസ്സങ്ങൾ എൻ്റെ ജീവിതത്തിൽ ജീസസ് ക്രൈസ്റ്റിനെ, ഒരു ക്രിസ്റ്റോഫനി എക്സ്പീരിയൻസിനെ എൻ്റെ നെഞ്ചിലേറ്റുവാൻ കഴിയാതെ പോകുന്ന കാര്യം. ഇന്നത്തെ ക്ലാസ് അതിനുവേണ്ടിയാണ് ഡീൽ ചെയ്യുക. നിങ്ങൾക്കറിയാം, ക്രിസ്റ്റോഫനി ഡീപ്പർ സ്പിരിച്വാലിറ്റിയിലേക്ക് നമ്മളെ ലീഡ് ചെയ്യുന്ന ഒരു സബ്ജക്റ്റാണ്. നമ്മുടെ ജീവിതത്തിൽ ക്രിസ്റ്റോഫനിയിലൂടെ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ, അതിൻ്റെ ഇമ്പാക്ട്സ്, എന്നാൽ അത് നമ്മളെ തടസ്സപ്പെടുത്തുന്ന, എൻ്റെ ജീവിതത്തിൽ എനിക്ക് ലഭിക്കേണ്ട അനുഗ്രഹങ്ങളെ ബ്ലോക്ക് ചെയ്യുന്ന മേഖലകളിലേക്ക് നമ്മൾ കടക്കുകയാണ്. ദൈവത്തിൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ട യുണീക്കായ യൗവനത്തിന്റെ തികവേ, you are not an accident in this world. Very purposefully, amazingly കാത്തിരുന്ന് ദൈവം തിരഞ്ഞെടുത്ത ദൈവത്തിൻ്റെ പൊന്നോമന യൗവനമേ, ക്രിസ്റ്റോഫനി ഇല്ലാത്ത ജീവിതം അത് പവർലെസ് ആണ്, വീണുപോകും. ഫെയ്ത്ത് കാണാം, എന്നാൽ വീണു പോകും. അതുകൊണ്ട് ഓർക്കുക, ക്രിസ്റ്റോഫനി ലൈഫ് മാറ്റിമറിക്കും. യു വിൽ നെവർ ബി ദ സെയിം. നിങ്ങളുടെ സ്പിരിച്വൽ ഗ്രാഫ് ഷൂട്ട് ചെയ്യുന്നത് പോലെ മാറി മറിയും. നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ ചേഞ്ച് വരും. നിങ്ങൾ ഇതുവരെ കണ്ട വ്യക്തിയാകില്ല ഇനി കാണുക. That is what Christophany, the non-physical manifestation of Christ. യേശു ക്രിസ്തുവിൻ്റെ ശാരീരികമല്ലാത്ത
divine experience. That is what Christophany. ദൈവശ്വാസത്തിൽ തിയോളജിയിൽ ഒരു ശാഖയുണ്ട്. അതിൻ്റെ പേരാണ് ക്രിസ്റ്റോളജി. ക്രിസ്തുവിനെ കുറിച്ച് പഠിക്കുന്ന ഒരു ശാസ്ത്രം. ഹിസ് പേഴ്സണാലിറ്റി, ഹിസ് നേച്ചർ, ഹിസ് റോൾ, ഹിസ് വർക്ക്സ്, അങ്ങനെ 4 കാര്യങ്ങളെ ആസ്പദമാക്കി കടന്നു പോകുന്നതാണ് ക്രിസ്റ്റോളജി, ക്രിസ്റ്റസ് ഓളജി എന്ന് വെച്ചാൽ ക്രിസ്തുവിനെ കുറിച്ച് പഠിക്കുന്ന ഒരു വലിയ മേഖല. അതിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വലിയ പോർഷനാണ് ക്രിസ്റ്റോഫനി എക്സ്പീരിയൻസ്. ശ്രദ്ധിച്ചു കേൾക്കുക. 3.5 വർഷം യേശു ക്രിസ്തുവിന്റെ പബ്ലിക് മിഷനിലൂടെ 12 ശിഷ്യന്മാർ കടന്നുപോയി. എന്നാൽ അവരുടെ ലൈഫിൽ ഒരു ടോട്ടൽ ടേൺ അറൗണ്ട്, 180 ഡിഗ്രി ടേൺ അറൗണ്ട് അവർക്ക് ലഭിക്കാതിരുന്നു. പല സമയത്തും യൂദാസും പത്രോസും റിജക്റ്റ് ചെയ്യുവാൻ, ക്രിസ്തുവിനെ തള്ളിക്കളയുവാൻ മത്സരിച്ചു. എന്നാൽ ഒരു ദിവസം ക്രിസ്തുവിന്റെ മരണത്തിന് ശേഷം, യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിൽ, ക്രിസ്തുവിന്റെ മരണത്തിന് ശേഷം, ഉത്ഥാനത്തിന് ശേഷം, ആഴ്ചയുടെ ആദ്യ ദിവസം അവർ കതകടച്ചിരിക്കെ അവരുടെ നടുവിൽ ശരീരം മഹത്വീകരിക്കപ്പെട്ട, ക്രൂശിലേറിയവൻ ഉത്ഥാനം ചെയ്ത് ഒരു എക്സ്പീരിയൻസ് ഉണ്ടായി. ഈ എക്സ്പീരിയൻസ് ആയിരുന്നു, ഈ ക്രിസ്റ്റോഫനി ആയിരുന്നു 3.5 വർഷ കാലഘട്ടങ്ങളെക്കാൾ 12 ശിഷ്യന്മാരെ മാറ്റിമറിച്ചത്. ശ്രദ്ധിച്ചുകൊള്ളുക. 12 പേർ 3.5 വർഷം കൂടെ നടന്നു. എന്നാൽ ടാർസസിൽ നിന്ന് വന്ന അന്നത്തെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റിയായ ഗമാലിയേലിന്റെ ശിഷ്യനായിരുന്ന പോൾ, 2 പേര് സൗൾ ആൻഡ് പോൾ ഒരുപോലെ കൊണ്ടു നടന്ന, 2 സിറ്റിസൺഷിപ്പ്, റോമനും ജൂവുമായിരുന്ന 2 സിറ്റിസൺഷിപ്പ് ഉണ്ടായിരുന്ന, ബ്രെയിനി ആയിരുന്ന, 4 അടി 11 ഇഞ്ച് പൊക്കം മാത്രമുണ്ടായിരുന്ന, ശക്തനായിരുന്ന സ്കോളറായിരുന്ന സെന്റ് പോൾ ഡമാസ്കസിന്റെ തെരുവീതിയിൽ വിദ്യാലയമായില്ല മാറ്റിമറിച്ചത്, ഗമാലിയേലായിരുന്നില്ല മാറ്റിമറിച്ചത്. എന്നാൽ 1 സെക്കൻഡിൽ താഴെ വീണ സെന്റ് പോൾ ലൈഫ് മാറിമറിഞ്ഞു. റിയൽ ക്രിസ്റ്റോഫനി എക്സ്പീരിയൻസ്. യൗവനമേ, ലൈഫിൽ ക്രിസ്റ്റോഫനി എൻകൗണ്ടറും എക്സ്പീരിയൻസും അതിൻ്റെ പ്രസൻസും ഇല്ലാതെ ഫെയ്ത്തിൽ ഗ്രോ ചെയ്യാൻ പറ്റില്ല. വിശ്വാസ ജീവിതം വളരെ സ്മൂത്താ, എന്നാൽ അത് മല കയറുന്നത് പോലെ പലപ്പോഴും ഫീലാകും. എങ്ങനെയാണ് ഇതിനെ നേടിയെടുക്കാൻ പറ്റുക? ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളെ, പഴയ നിയമത്തിൽ ഒരു വ്യക്തി അതിശക്തമായി ടേൺ അറൗണ്ട് ചെയ്തു. മറ്റാരുമായിരുന്നില്ല, യാക്കോബ്. ഉൽപ്പത്തിയുടെ പുസ്തകം 2 അധ്യായങ്ങൾ, 28-ാം അധ്യായവും 32-ാം അധ്യായങ്ങളും, 2 ചാപ്റ്റേഴ്സും യാക്കോബിന്റെ ജീവിതത്തിലെ ക്രിസ്റ്റോഫനി എക്സ്പീരിയൻസിന്റെ എക്സ്പ്ലനേഷൻസ് ആണ്. ചാപ്റ്റർ 28 ഒരു വലിയ വിഷൻ കണ്ടു. ഒരു വലിയ ലാഡർ സ്വർഗവും ഭൂമിയും കൂട്ടിമുട്ടിയിരിക്കുന്നു.
ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ രക്ഷയ്ക്കായി മറ്റൊരു ലാഡറുമില്ല എന്ന് ഒരു വലിയ വിഷൻ. എന്നാൽ യാക്കോബ് ഒരു കണ്ടീഷൻ വെച്ച്, എനിക്കുണ്ണുവാൻ ഉടുക്കുവാൻ നല്ല ജോലി, കോഴ്സ്, എനിക്ക് നല്ല വിവാഹം എല്ലാം തരുമെങ്കിൽ നീ എനിക്ക് ദൈവമായിരിക്കും. ദാറ്റ് മീൻസ് ദൈവം തൻ്റെ ദർശനം നൽകിയിട്ടും പ്രതീക്ഷ നൽകിയിട്ടും ഒരു ഡയറക്റ്റ് ക്രിസ്റ്റോഫനി എക്സ്പീരിയൻസ് ഉണ്ടായില്ല. തിയോളജിയൻസ്, സ്കോളേഴ്സ് കാത്തിരുന്ന് 32-ാം അധ്യായത്തിലേക്ക് കൊണ്ടുവന്ന് യാക്കോബിനെ നോക്കി വെച്ചിട്ട് പറഞ്ഞു, ചാപ്റ്റർ 32-ൽ രാവെളുപ്പോളം ഒരു മുസൽമാനുമായി അവൻ മൽപ്പിടുത്തം നടത്തി. അവിടുന്ന് ഹിപ്പിൽ നിന്ന് ഹിപ്പ് ജോയിന്റ് ഡിസ്ലൊക്കേറ്റ് ആയി, ആള് ടേൺ അറൗണ്ട് ആയി. ഡയറക്റ്റ് എൻകൗണ്ടർ. ആരായിരുന്നു ആ ശക്തൻ? ആരായിരുന്നു ആ കരുത്തൻ? അവിടെയും സ്കോളേഴ്സ് പറയും അത് മറ്റാരുമായിരുന്നില്ല, കാലഘട്ടത്തിൽ കടന്നു വരാനിരുന്ന നസ്രാനായ യേശു ക്രിസ്തുവായിരുന്നു ആ വലിയ ദൂതനായി കടന്നു വന്നത്. കാരണം യാക്കോബ് ഒരു ചോദ്യം ചോദിച്ചിരുന്നു, വാട്ട്സ് യുവർ നെയിം? അവിടെ അവന്റെ പേരെന്തെന്ന് അവൻ പറയുന്നില്ല. കാരണം പേരില്ലാത്ത ഒരുവനേ ലോകത്തുള്ളൂ. സകല പേരുകളുടെയും സോഴ്സായ രൂപമായ I am who I am, നസ്രാനായ യേശു ക്രിസ്തു ആകുന്നവനാകുന്നു. ആമേൻ എന്ന വാക്ക്. ആമേൻ കർത്താവേ, വേഗം വരണമേ, മാറാ നാഥ. അമേസിംഗ്. ക്രിസ്റ്റോഫനി എക്സ്പീരിയൻസ് കടന്നു വന്ന യാക്കോബ് ഇസ്രയേലായി, ഒരു രാജ്യമായി, ലോകത്തിലെ ഏറ്റവും ബ്രെയിനിയായ, ലോകത്തെ ഇന്ന് കൺട്രോൾ ചെയ്യുന്ന ഒരു രാജ്യമാക്കി മാറ്റി ദൈവം. യാക്കോബെ നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രയേലെ നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത ദൈവമായ കർത്താവ് ഞാനാണ്. നീ വെള്ളത്തിലൂടെ കടന്നു പോകും, അഗ്നിയിലൂടെ കടന്നു പോകും. സീ ദ ക്രിസ്റ്റോഫനി എക്സ്പീരിയൻസ്. അവിടുന്ന് ആള് മാറി മറിഞ്ഞു. ദൈവത്തിന്റെ പ്രിയപ്പെട്ട മകനെ, മകളെ, ക്രിസ്റ്റോഫനി ഈസ് an important portion in our spiritual life. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് യൂറോപ്പിൽ ജർമ്മൻ സംസാരിക്കുന്ന കൺട്രികളുടെ നടുവിൽ ഒരു പ്രോഗ്രാമിന് കടന്നുപോയപ്പോൾ, പ്രോഗ്രാമിന് ശേഷം കുഞ്ഞുങ്ങളെയും കൊണ്ട് കാത്തു നിൽക്കുന്ന ഒരു പെൺകുട്ടി, സിസ് ഇന്ത്യൻ ഒരു പെൺകുട്ടി, ബോൺ ആൻഡ് ബോട്ട് അപ്പ് സ്വിറ്റ്സർലൻഡിൽ, മലയാളം അറിയുന്ന, ജർമ്മൻ കൂടുതൽ അറിയുന്ന, ഇംഗ്ലീഷ് അറിയുന്ന ഒരു പെൺകുട്ടി, വളരെ ഇന്റലക്ച്വൽ, IT സ്പെഷ്യലിസ്റ്റ്, വ്യക്തമായി ദൈവവിശ്വാസമുണ്ടായിരുന്ന പെൺകുട്ടി പ്രോഗ്രാമിന് ശേഷം കടന്നു വരുമ്പോൾ കൂടെ നിൽക്കുന്ന കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ച് താഴേക്ക് നോക്കി നിന്ന് അവൾ ചോദിച്ചു, ഐ ഫീൽ വെരി എംപ്റ്റി, ഐ ഫീൽ വെരി ബ്രോക്കൺ. കാരണം എനിക്ക് എൻ്റെ ദൈവത്തെ എന്തെന്ന് മനസ്സിലാക്കാൻ പറ്റണില്ല. അന്ന് ക്രൈസ്റ്റ് എന്തെന്നും ക്രൈസ്റ്റ് ആരെന്നും ക്രൈസ്റ്റിന്റെ പദ്ധതി അവളുടെ മേൽ എന്തെന്നും എക്സ്പ്ലെയിൻ ചെയ്തു. തിരികെ കടന്നുപോയ പെൺകുട്ടിയുടെ ലൈഫിൽ രാത്രികളിൽ മൽപ്പിടുത്തമായി ക്രൈസ്റ്റിന്റെ വിസിബിൾ ടാൻജിബിൾ എക്സ്പീരിയൻസ് ഉണ്ടായി. പിന്നീട് ആ പെൺകുട്ടി മാറി മറിഞ്ഞു, ലൈഫ് ദൈവത്തിന് സമർപ്പിച്ചു. ഇന്ന് നിരവധി ജർമ്മൻ ജനത്തിന് പ്രതീക്ഷയാകുന്ന ഒരു പെൺകുട്ടിയായി
ലീഡർഷിപ്പിലേക്ക് കടന്നു വന്നു. സഭയിൽ നിന്നവൾ ഒരു തീപ്പൊരിയാണ്. കഴിഞ്ഞ നാളിൽ ഗൾഫിൽ വെച്ചൊരു ചെറുപ്പക്കാരൻ തന്റെ ജീവിതത്തിൽ അൺഎക്സ്പെക്റ്റഡ്, ലക്ഷങ്ങളിൽ ഒരാൾക്ക് വരുന്ന ക്യാൻസർ, മരണത്തെ മുഖാമുഖം നോക്കുമ്പോൾ ജീവിതത്തിൽ ഇനിയും തലമുറകൾ ഉണ്ടാകില്ല എന്ന് വിധി എഴുതി തന്റെ ജീവിതം സറണ്ടർ ചെയ്യാൻ കാത്തു നിൽക്കുമ്പോൾ അവനോടും ക്രൈസ്റ്റിന്റെ എക്സ്പീരിയൻസ്. അന്ന് രാത്രിയിൽ തിരികെ പോയവൻ കൂട്ടിമുട്ടിയത് മറ്റാരെയുമായിരുന്നില്ല, മരണത്തിന് നിഴൽ വീണ താഴ്വരയിൽ യേശു ക്രിസ്തുവിനെ. ലൈഫ് മാറി മറിഞ്ഞു. ദൈവത്തിന്റെ യൗവനമേ, ഇന്ന് മനുഷ്യൻ വിവാഹം കഴിച്ചു, കുഞ്ഞുങ്ങൾ ഉണ്ടാകുകയല്ല, കാരണം റേഡിയേഷൻ ബോഡിയിലുണ്ട്. കുഞ്ഞുണ്ടായി, ചരിത്രത്തിന്റെ ഗതികളിൽ തന്റെ ലൈഫ് ദൈവത്തിന് വിട്ടുകൊടുത്തു. അല്ലയോ യൗവനമേ, ഒരു ക്രൈസ്റ്റ് എക്സ്പീരിയൻസ്, ഒരു ക്രിസ്റ്റോഫനി എൻ്റെ ലൈഫിൽ വരാതെ എൻ്റെ ലൈഫിൽ മുമ്പോട്ടൊരു യാത്രയില്ല. ജീവിതത്തിൽ വളരെ പ്രാധാന്യമേറിയ സമയങ്ങളിലേക്ക് കടക്കുകയാണ്. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ക്രിസ്റ്റോഫനി എക്സ്പീരിയൻസിന്റെ എൻകൗണ്ടറിന്റെ ഇമ്പാക്ട്സ് എന്താണ്, അതിന്റെ ബ്ലെസ്സിങ്സ് എന്താണ്? 2 സ്റ്റേജുകളായി ഇതിനെ ഡിവൈഡ് ചെയ്യാം. ഒന്നാമത്തെ സ്റ്റേജ് ഈ ഒരു സീരീസിലൂടെ കടന്നു പോവുകയും, രണ്ടാമത്തെ സ്റ്റേജ് വീണ്ടും അടുത്ത ദിവസം നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യും. സ്റ്റേജ് നമ്പർ 1-ൽ നോൺ ഫിസിക്കൽ മാനിഫെസ്റ്റേഷൻ ഓഫ് ക്രൈസ്റ്റ് that is going to bring a special kind of blessings in your life. 2 പ്രധാനപ്പെട്ട അനുഗ്രഹങ്ങളാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ക്രിസ്റ്റോഫനി പ്രൊവൈഡ് ചെയ്യുക. ഒന്ന്, ഡീപ്പർ കോൺഷ്യസ്നസ് ഓഫ് സിൻ, ആഴമേറിയ പാപബോധം ഒരു വ്യക്തിക്ക് ക്രിസ്റ്റോഫനി എക്സ്പീരിയൻസ് നൽകും. പോയിന്റ് നമ്പർ 2 ഇൻ സ്റ്റേജ് നമ്പർ 1, ഡീപ്പർ കോൺസിക്വൻസ് ഓഫ് സിൻ, അതിന്റെ കോൺഷ്യസ്നസ് കടന്നു വരും. 2 കാര്യങ്ങൾ: ആഴമേറിയ ബോധ്യം പാപത്തെക്കുറിച്ച്, ആഴമേറിയ പാപത്തിന്റെ പരിണിത ഫലങ്ങളെ കുറിച്ചുള്ള ബോധ്യം രണ്ടാമത്. നമുക്ക് കേൾക്കാം, ബൈബിളിൽ ഏറ്റവും സ്പെസിഫിക് ആയ ക്രിസ്റ്റോഫനികളിൽ ഒന്നായിരുന്നു ഐസിയ ചാപ്റ്റർ 6, യേശയ്യ 6. ക്രിസ്റ്റോഫനി ക്രിസ്തുവിന്റെ ശാരീരികമല്ലാത്ത ഇടപെടലാണെന്ന് നമ്മൾക്കറിയാം. 6-ാം അധ്യായം യേശയ്യ ഇങ്ങനെയാണ് പറയുക: ഉസ്സിയ രാജാവ് മരിച്ച വർഷം, ശ്രദ്ധിക്കുക, ഉസ്സിയ രാജാവ് മരിച്ച വർഷം ദൈവം സിംഹാസനത്തിൽ ഉപവിഷ്ടനായി. അവന്റെ വസ്ത്രാഞ്ചലം ദേവാലയം മുഴുവൻ നിറഞ്ഞു നിന്നു. 3 പോയിന്റ്. 1, ഉസ്സിയ മരിച്ച വർഷമെന്ന് അണ്ടർലൈൻ ചെയ്യുന്നു. 2, ദൈവം സിംഹാസനത്തിൽ ഉപവിഷ്ടനായി. 3, ദൈവത്തിന്റെ വസ്ത്രാഞ്ചലം ദേവാലയം മുഴുവൻ നിറഞ്ഞു. രണ്ടാമത്തെ 2 പോയിന്റ്, 2ഉം 3ഉം പോയിന്റ് ഞാൻ ഇങ്ങനെ പറയുന്നു: ദൈവത്തെക്കുറിച്ചും ദൈവത്തിന്റെ സാന്നിധ്യത്തെക്കുറിച്ചും വ്യക്തമാക്കുകയാണ് ഇവിടെ. എന്നാൽ അണ്ടർലൈൻ ചെയ്തു വെച്ചു, ഉസ്സിയ രാജാവ് മരിച്ച വർഷം യേശയ്യായ്ക്ക് ക്രിസ്റ്റോഫനി ഉണ്ടായി. ദൈവത്തെ നേർക്കുനേർ കണ്ടു. ഹൂ ഈസ് ദിസ് ഗോഡ്? ആരാണ് ഈ ദൈവം?
യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം എടുത്താൽ അതിൻ്റെ 45 തൊട്ട് വായിച്ചാൽ, ദൈവത്തിന്റെ പ്രിയപ്പെട്ട മക്കളെ കാണുക, ഇത് പറഞ്ഞതിന് ശേഷം യേശു അവരിൽ നിന്ന് പോയി രഹസ്യമായി പാർത്തു. അവൻ വളരെ അടയാളങ്ങൾ അവരുടെ മുമ്പിൽ പ്രവർത്തിച്ചെങ്കിലും അവർ അവനിൽ വിശ്വസിച്ചില്ല. യെശയ്യാ പ്രവാചകൻ പറഞ്ഞ വചനം പൂർത്തിയാകേണ്ടതിനാണ് ഇത് കർത്താവ് ഇങ്ങനെ ചെയ്തത്. ഞങ്ങളുടെ സന്ദേശം ആര് വിശ്വസിച്ചു? കർത്താവിന്റെ കരം ആർക്കാണ് വെളിപ്പെട്ടത്? അടുത്ത വാക്യം, അവന്റെ മഹത്വം കാണുകയും അവനെപ്പറ്റി സംസാരിക്കുകയും ചെയ്തതുകൊണ്ടാണ് യെശയ്യാ ഇങ്ങനെ പ്രസ്താവിച്ചത്. എന്ന് വച്ചാൽ യെശയ്യാ കണ്ട ദൈവമെന്ന് പറയുക നസ്രാനായ യേശുക്രിസ്തുവായിരുന്നു. യേശുക്രിസ്തു ജനിക്കുന്നതിന് മുമ്പ്, ഇൻകാർണേഷൻ, മനുഷ്യാവതാരം ലഭിക്കുന്നതിന് മുമ്പ് യെശയ്യാ പ്രവാചകന്റെ മുമ്പിൽ വന്ന ദൈവീക ദർശനം എന്ന് വെച്ചാൽ, ശ്രദ്ധിക്കുക, സിംഹാസനത്തിൽ ഉപവിഷ്ടനായ, അതോടൊപ്പം വസ്ത്രാഞ്ചലം ദേവാലയം മുഴുവൻ നിറഞ്ഞു നിന്ന ആ വ്യക്തി എന്ന് പറയുക മറ്റാരുമായിരുന്നില്ല, ക്രിസ്തുവായിരുന്നു. ഇനിയാണ് കാര്യങ്ങൾ മാറിമറിയുക. 6 ചിറകുകളുള്ള സെറാഫുകൾ, 2 ചിറകുകൾ പാദം മറച്ചു, 2 ചിറകുകൾ മുഖം മറച്ചു, 2 ചിറകുകൾ പറക്കാനുള്ളവ ഉദ്ഘോഷിച്ചു, പരിശുദ്ധൻ പരിശുദ്ധൻ പരമപരിശുദ്ധൻ. യെശയ്യാ വിളിച്ചു പറയുകയാണ് ക്രിസ്റ്റോഫനി എക്സ്പീരിയൻസ്. സ്കോളേഴ്സ് പറയുക റിയൽ ക്രിസ്റ്റോഫനി എക്സ്പീരിയൻസ് ഐസിയായ്ക്ക് ലഭിക്കുകയാണ്. ആദ്യത്തെ 5 അധ്യായങ്ങൾ യെശയ്യായുടെ വിളി, പ്രവചനങ്ങളെല്ലാം ഉണ്ടായിട്ടും എന്തുകൊണ്ട് എന്നെ വിളിച്ചുവെന്നും എന്തുകൊണ്ടാണ് പ്രവചനം ഞാൻ നൽകുന്നതെന്നും കോൺഫിഡന്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്യുക 6-ാം അധ്യായത്തിന്റെ ക്രിസ്റ്റോഫനി എക്സ്പീരിയൻസിലൂടെയാണ്. കാരണം ഉസ്സിയ രാജാവ്, 2 ദിനവൃത്താന്തം 26-ൽ ഉസ്സിയ രാജാവിനെ കുറിച്ച് ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അമസ്യായുടെ പുത്രൻ, 16-ാം വയസ്സിൽ രാജാവായവൻ, ഇസ്രയേലിൽ യൂദ ഭരിച്ചുകൊണ്ടിരുന്നവൻ, 52 വർഷം രാജാവായിരുന്നവൻ, 3,07,500 പടയാളികളെ സ്വന്തം പടയാളികളായി മാറ്റിയവൻ, വളരെ വ്യക്തമായി പടയാളികളുടെ സമൂഹത്തെ ട്രെയിൻ ചെയ്തവൻ, അവനായിരുന്നു ഉസ്സിയ. ഉസ്സിയ വളരെ ക്ലോസ് ടു ഗോഡ് ആയിരുന്നു, ദൈവത്തെ അറിയാമായിരുന്നു. അപ്പനെ പോലെ, അമസ്യയെ പോലെ ദൈവത്തിന് വേണ്ടി നിന്നവൻ. എന്നാൽ വിജയം നേടി ലോകത്തെ കീഴടക്കിയപ്പോൾ ഉള്ളിൽ അഹങ്കാരമായ ഉസ്സിയ ദേവാലയത്തിൽ വെച്ച് ദൈവത്തിന്റെ പുരോഹിതരുമായി ഒരു വലിയ ടഗ് ഓഫ് വാർ ഉണ്ടായി. അവിടെ വെച്ച് അവൻ ദൈവത്തെ ധിക്കരിക്കുകയാണ്. ദൈവത്തിൽ നിന്നകന്ന ഉസ്സിയായുടെ നെറ്റിയിൽ കുഷ്ഠമുണ്ടായി. കുഷ്ഠം ശരീരത്ത് വ്യാപിച്ചു. പിന്നീട് ഉസ്സിയായെ ദേവാലയത്തിൽ കയറ്റുവാൻ അനുവദിക്കാതെ അവർ അവനെ പുറത്താക്കി. ശ്രദ്ധിക്കുക, ആ കാലഘട്ടത്തിൽ യഹൂദജനം നോക്കി നിന്ന് ആരാധിക്കുന്ന, ശ്രദ്ധിക്കുന്ന വ്യക്തി ഉസ്സിയ ആയിരുന്നു. എന്നാൽ ഉസ്സിയ മരിച്ചു. തന്റെ മഹത്വത്തിൽ തന്റെ ജനത്തെ ചേർത്ത് പിടിച്ച ഉസ്സിയായുടെ മഹത്വം ദൈവം എടുത്തു മാറ്റി. ദൈവം വ്യക്തമാക്കി, ഞാനാണ് ദൈവം. അതുകൊണ്ട് തന്നെ യെശയ്യാ പ്രവാചകൻ പറഞ്ഞു, ഉസ്സിയ മരിച്ച വർഷം. വ്യക്തമാക്കുക, ക്രിസ്റ്റോഫനി എക്സ്പീരിയൻസ്, ദൈവം, യേശു, ആ യേശുവിന്റെ മഹത്വമാണ് ഇമ്പോർട്ടന്റ്. ശ്രദ്ധിച്ചുകൊള്ളുക, 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവിടെ ഉണ്ടാകുകയാണ്. ദൈവത്തെ മുഖത്തോട് മുഖം കാണുന്നത് പോലെ ക്രിസ്തുവിന്റെ ഒരു ക്രിസ്റ്റോഫനി എക്സ്പീരിയൻസ് കടന്നു വന്നപ്പോൾ യെശയ്യാ പ്രവാചകൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, വോ ടു മീ,
I am distracted. എനിക്ക് ദുരിതം, ഞാൻ നശിച്ചു. ശ്രദ്ധിക്കുക, കോൺസിക്വൻസ് ഓഫ് സിൻ, പാപത്തിന്റെ ശമ്പളം മരണമാണ്. ഒരു ക്രിസ്തു അനുഭവം ജീവിതത്തിലേക്ക് വന്നപ്പോൾ ആള് വിളിച്ചു പറയുക, എനിക്ക് ദുരിതം, ഞാൻ നശിച്ചു. ശ്രദ്ധിച്ചുകൊള്ളുക, ക്രിസ്റ്റോഫനി നൽകുന്നത് ഒരാഴമേറിയ പാപത്തിന്റെ പരിണിത ഫലമാകുന്ന 2 വാക്യങ്ങളാണ്. സങ്കീർത്തനം 51 ദാവീദും വിളിച്ചു പറയുന്നുണ്ട്, നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ. അങ്ങേക്കെതിരായി, അങ്ങേക്ക് മാത്രമെതിരായി ഞാൻ പാപം ചെയ്തു. കോൺസിക്വൻസ് ഓഫ് സിൻ അത് മനസ്സിലാവുകയാണ്. വളരെ ശ്രദ്ധിക്കുക യൗവനമേ, ക്രിസ്തുവിനെ കൂട്ടിമുട്ടുമ്പോൾ, ക്രിസ്തുവിന്റെ ഡിവൈൻ എക്സ്പീരിയൻസ് കടന്നു വരുമ്പോൾ ഈ പാപത്തിന്റെ പരിണിത ഫലത്തെ കുറിച്ച് ഒരു ദൈവ ഭയം നമ്മുടെ ജീവിതത്തിൽ ജനിക്കും. അറ്റ് ദ സെയിം ടൈം അവൻ വിളിച്ചു പറയുന്നുണ്ട്, അടുത്ത തലം, ഞാൻ അശുദ്ധമായ അധരങ്ങളുള്ളവനും അശുദ്ധമായ അധരങ്ങളുള്ളവരുടെ മധ്യേ വസിക്കുന്നവനുമാണ്. 2ാമത്തെ പോയിന്റ്, ഡീപ് കോൺഷ്യസ്നസ് ഓഫ് സിൻ. ആഴമേറിയ പാപത്തിന്റെ ആ വളരെ ശക്തമായ പാപത്തിന്റെ ആ റൂട്ടിനെ കുറിച്ച് അവന് മനസ്സിലായി. അവൻ വ്യക്തമാക്കി, എൻ്റെ നാവുകൾ അശുദ്ധമാണ്. ഞാൻ കൂടെ നിൽക്കുന്ന എൻ്റെ ജനത്തിൻ്റെ നാവുകളും അശുദ്ധമാണ്. ഞാനൊരു പ്രവാചകനാകുവാൻ സാധ്യതയില്ല. ഈ സമയത്ത് ബലിപീഠത്തിൽ നിന്ന് ഒരു കൊടിലിൽ തീക്കനലെടുത്ത് യെശയ്യായെ വിശുദ്ധീകരിക്കുകയാണ്. പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഐസയ, what a beautiful God. മോനെ മോളെ, തിരിഞ്ഞു നോക്കാനാവാത്ത സ്പിരിച്വാലിറ്റി നിന്റെ ലൈഫിൽ വേണം. യു നീഡ് ക്രിസ്റ്റോഫനി. എന്താണ് നിന്നെ ക്രിസ്റ്റോഫനിയിൽ നിന്ന് അകറ്റുക? ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ശ്രദ്ധിച്ചുകൊള്ളുക, ലോകം മുഴുവനെയും ക്രിസ്റ്റോഫനിയിൽ നിന്ന്, ക്രിസ്തു അനുഭവത്തിൽ നിന്ന്, നോൺ ഫിസിക്കൽ മാനിഫെസ്റ്റേഷൻ ഓഫ് ക്രൈസ്റ്റ് ലഭിച്ചിട്ടുണ്ടോ? സോ ബ്യൂട്ടിഫുൾ. ഓ, ആ ദർശനം മതി ഒരായുസ് ഓടിത്തീർക്കുവാൻ. അവന്റെ കണ്ണുകൾ മതി മുന്നോട്ട് നടക്കുവാൻ. അവന്റെ മുഖത്തെ തീഷ്ണത മതി എനിക്ക് ലോകത്തിൽ ആനന്ദമുണ്ടാകുവാൻ. ക്രൈസ്റ്റ് 10,000 സൂര്യനേക്കാൾ ശോഭയേറിയവൻ. ആരുണ്ട് അവനെ കണ്ടവൻ? അവനെ കണ്ടവർ മരിക്കും. എന്നെ കൂടാതെ, എന്നിലൂടെ അല്ലാതെ ദൈവത്തെ കാണുവാൻ അസാധ്യം. Christophany is much needed in our life. I'm sorry to explain about this matter. ലോകത്തിൽ സ്പിരിച്വൽ ഏരിയയിലൂടെ കടന്നു പോകുന്ന ഒരു ജനം പല പാറകളിലും, പല വേദനകളിലും, പല രോഗങ്ങളിലും തകർന്നു വീഴുന്നു. റീസൺ മറ്റൊന്നുമല്ല. റീസൺ എന്താണെന്നറിയാമോ? ഒരു ക്രിസ്റ്റോഫനി ലൈഫിലല്ല. ശ്രദ്ധിച്ചുകൊള്ളുക. ജോൺ ചാപ്റ്റർ 10:10 ബൈബിൾ ഇങ്ങനെയാണ് പറയുക. ഇനിയുള്ള സംഭവങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ശ്രദ്ധിച്ച് കേട്ടുകൊള്ളുക. Do you want to be a new person? നിങ്ങളുടെ ലൈഫ് ടേൺ അറൗണ്ട് ചെയ്യാൻ പോവുകയാണ്. ഇതൊരു സാധാ ദിവസമല്ല, നിങ്ങളുടെ ലൈഫിനെ മാറ്റിമറിക്കുന്ന ദിവസം. കള്ളൻ വരുന്നത് മോഷ്ടിക്കാൻ, കൊല്ലുവാൻ, നശിപ്പിക്കാൻ. 3 പോയിന്റ്.
ടു സ്റ്റീൽ, കിൽ ആൻഡ് ഡിസ്ട്രോയ്. ഒന്നിൽ നിന്ന് ഒന്നിലേക്ക്, അതിൽ നിന്ന് അടുത്ത തലത്തേക്ക്. 3 പോയിന്റ് ശ്രദ്ധിച്ചു കൊള്ളുക. ഇനിയും ശ്രദ്ധിച്ചു കൊള്ളുക. 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ക്രിസ്റ്റോഫനിയിൽ നിന്ന് നമ്മളെ അകറ്റും. സ്പിരിച്വലി സ്കോളേഴ്സ് അതിനെ പറയുക 4 Ds എന്നാണ്. ആൽഫബറ്റ് D, ഡേഞ്ചറസിന്റെ D. 4 പ്രധാനപ്പെട്ട പോയിന്റ് നമ്മളെ ഒരു ദൈവിക അനുഭവത്തിൽ നിന്ന് മാറ്റിമറിക്കും. അതിനെ നിങ്ങൾ പാപമെന്നോ, അതിനെ നിങ്ങൾ നാശമെന്നോ, അതിനെ നിങ്ങൾ ദുരിതമെന്നോ, അതിനെ നിങ്ങൾ വോട്ടുമേ എന്നോ വിളിച്ചു പറയാം. ആശയ പറഞ്ഞതുപോലെ. 1ാമത്തെ പോയിന്റ് ഡിസപ്ഷൻ, ചതി, വഞ്ചന, ശത്രുവിന്റെ ആക്രമണം. ചതി, ഡിസപ്ഷൻ. പോയിന്റ് നമ്പർ 2 ഡിവിഷൻ, എന്ന് വെച്ചാൽ ഡിവൈഡ് ചെയ്യുന്ന, നമ്മളെ ഇല്ലാതാക്കുന്ന നേച്ചർ. 3 ഡൈവേർഷൻ, നമ്മുടെ മൈൻഡ് ഡിസ്റ്റർബ് ചെയ്യുന്ന, ഫോക്കസ് ചേഞ്ച് ചെയ്യുന്ന ഡൈവേർഷൻ. 4 ഡിസ്കറേജ്മെന്റ്, നമ്മളെ എൻകറേജ് ചെയ്യാത്ത, പ്രോത്സാഹിപ്പിക്കാത്ത 4 കാര്യങ്ങളാണ് സൈറ്റന്റെ അടിസ്ഥാനം. ശത്രു വരുന്നത് കൊല്ലാനാണ്. ആദ്യം മോഷ്ടിക്കും, പിന്നെ കൊല്ലും, പിന്നെ ഇല്ലാതാക്കും. തുടങ്ങാം. പോയിന്റ് നമ്പർ 1 ഡിസപ്ഷൻ. ദൈവത്തിന്റെ പ്രിയപ്പെട്ട മക്കളെ, ഏബേൽ ആൻഡ് കൈൻ ബൈബിളിലെ ആദ്യത്തെ നാച്ചുറൽ ചിൽഡ്രൻ. ഈക്വലി ട്വിൻസ് പോലുള്ള ബ്രെയിനുള്ള, ശരീരത്തിൽ ഒരുപോലെ പോകുന്ന 2 പേർ. അവിടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റം. യഥാർത്ഥത്തിൽ ആബേലിനോട് ഉൽപ്പത്തി 4:6-7 വാക്യങ്ങളിൽ പറയുന്നുണ്ട്, പാപം നിന്റെ വാതിൽപ്പടിയിലുണ്ട്. ഡോർവേസ്, ഡിസപ്ഷൻ. കെയിനോട് പറയുകയാണ്, പാപം നിന്റെ വാതിൽപ്പടിയിലുണ്ട്. കയൻ ശ്രദ്ധിച്ചില്ല. എന്നിട്ട് അടുത്ത വാക്യം പറയുന്നുണ്ട്, ഉചിതമായി പ്രവർത്തിച്ചാൽ നീ സ്വീകാര്യനാവും. ആബേലിന് എവിടെയോ ഒരു ദൈവാനുഭവം ഉണ്ടായതിനാൽ അവൻ ഉചിതമായി പ്രവർത്തിച്ചു, അവൻ സ്വീകാര്യമായി ബലിയർപ്പിച്ചു. എന്നാൽ കയനാകട്ടെ സ്വീകാര്യമായി ബലിയർപ്പിക്കുവാൻ കഴിഞ്ഞില്ല. കാരണം ഒരു ഡയറക്റ്റ്, ഒരു ക്രിസ്തീയ അനുഭവം അവനില്ലാതെ കടന്നുപോയി. അതുകൊണ്ട് തന്നെ അവന് തോന്നുന്ന ദൈവത്തിന്റെ കണ്ടീഷനല്ലാത്ത അവൻ പഴവർഗ്ഗങ്ങളും വെജിറ്റബിൾസുമാണ് സമർപ്പിച്ചത്. എന്നാൽ ആടിനെ, രക്തമുള്ള ബലിയെ, പാപത്തിന് പരിഹാരമാകുന്ന യേശു ക്രിസ്തുവിന്റെ നിഴലിനെ അന്നേ ആബേൽ സമർപ്പിച്ചു. ആബേൽ സ്വീകാര്യനായത് തൻ്റെ ബലിയിലെ ക്രിസ്തുവിന്റെ അനുഭവത്തിലൂടെയാണ്. അമേസിങ്. എന്നാൽ കയൻ നഷ്ടമായി. വാട്ട് യു മീൻ ബൈ ഡിസപ്ഷൻ? 4 പ്രധാനപ്പെട്ട പോയിന്റുകൾ വളരെ സ്പീഡിൽ നമ്മൾ കടന്നു പോവുകയാണ്. പോയിന്റ് നമ്പർ 1, സാത്താൻ മോഷ്ടിക്കും. എങ്ങനെയാണ് അവൻ മോഷ്ടിക്കുക? ശ്രദ്ധിച്ചുകൊള്ളുക. യഥാർത്ഥത്തിൽ ഫസ്റ്റ് കമാൻഡ്മെന്റ് വയലേഷൻ ആണ്. ഒരു ക്രിസ്തീയമായ അനുഭവത്തിനെതിരെ നിൽക്കുക, ക്രിസ്റ്റോഫനിക്ക് ഓപ്പോസിറ്റ് നിൽക്കുക, ബ്ലോക്ക് ആകുക, മതിലാകുക. ഈ ഒരു സാധ്യതയാണ്. ഡിസപ്ഷൻ, ചതി, വഞ്ചന. 2 രീതിയിലാണ് യൗവനങ്ങളെ വേട്ടയാടുക. 1 കൺഫ്യൂഷൻ ഡെവലപ്പ് ചെയ്യും. 2 ഡൗട്ട് ഡെവലപ്പ് ചെയ്യും, സംശയം ഡെവലപ്പ് ചെയ്യും. കൺഫ്യൂഷൻ പ്ലസ് ഡൗട്ട് ഈസ് ഈക്വൽ ടു ക്വസ്റ്റ്യൻസ് ആയിരിക്കും.
റീസൺ ഇല്ലാത്ത, ലോജിക്കില്ലാത്ത ക്വസ്റ്റ്യനുകൾ ഇങ്ങനെയായിരിക്കും. ആരാണ് ദൈവം? ദൈവം ഉണ്ടോ? ദൈവമില്ലല്ലോ. സയൻസ്, ദൈവത്തെ ആര് കൊണ്ടുവന്നു? അങ്ങനെ ക്വസ്റ്റ്യനുകൾ ഏറുകയാണ്. ശ്രദ്ധിച്ചുകൊള്ളുക, ഒരു ദൈവ ദർശനമില്ല എങ്കിൽ, ഒരു ക്രിസ്തു ദർശനമില്ലെങ്കിൽ ക്വസ്റ്റ്യനുകൾ കൂടും. ചോദ്യങ്ങൾ ഏറിയാൽ അതിൻ്റെ അർത്ഥം നമ്മൾ പറയും ലോജിക്കാണ്. അല്ല. റീസണിംഗ് ആണ്. അല്ല. റീസണിങ്ങും ലോജിക്കും ബൈബിളിൽ രണ്ട് ക്വസ്റ്റ്യനെ ബൈബിളിൽ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. ക്വസ്റ്റ്യൻ നമ്പർ 1 ദൈവം ചോദിച്ച ചോദ്യമാണ്, വേർ ആർ യു? നീ എവിടെയാ? അത് ആദത്തോട്. ക്വസ്റ്റ്യൻ നമ്പർ 2 ദൈവത്തോട് ചോദിച്ച ചോദ്യമാണ്. സെന്റ് പോൾ. ബൈബിളിൽ രണ്ട് ക്വസ്റ്റ്യനെ യഥാർത്ഥത്തിലുള്ളൂ. ഒന്ന് ദൈവം ചോദിച്ചു, 2 മനുഷ്യനായ സെന്റ് പോൾ ചോദിച്ചു, കർത്താവേ ആരാണ്? ഹൂ ആർ യു ലോർഡ്? നീ ആരാ? ഈ 2 ചോദ്യം മാത്രമേ ഒരു വ്യക്തിക്ക് ഒരു ക്രിസ്തീയ അനുഭവം കൊണ്ടുവരികയുള്ളൂ. അല്ലെങ്കിൽ കൊണ്ടുവരുന്നത് വളരെ വ്യക്തമായ കുറച്ച് ആൻസേഴ്സ് ആയിരിക്കും. ഈ 2 ചോദ്യങ്ങളാണെങ്കിൽ ആൻസർ ഒന്നാണ്. ആൻസർ ഇങ്ങനെ പറയും, തരുവാൻ എൻ്റെ സ്വർണ്ണമില്ല, വെള്ളിയില്ല, പക്ഷേ I have a name above than any other name of this world. His name is Jesus Christ. അല്ലെങ്കിൽ ക്വസ്റ്റ്യനുകളിൽ കൊണ്ടുവരുന്ന ആൻസറുകൾ ഇതൊക്കെയായിരിക്കും. തീസം, ദൈവത്തെ കുറിച്ച് പഠിക്കുന്ന തീസം. തിയോ, ഗോഡ്. അത് 2 രീതിയിൽ വരും. മൊണോത്തിയിസം, ഏകദൈവ വിശ്വാസം എന്നതിന്റെ പേരിൽ യേശുവിൽ നിന്ന് അകലെ. 2 പോളിത്തിയിസം, പല ദൈവങ്ങളുടെ ഒരു സംഹാരത്തിൽ ചെന്നുപെടും. തെറ്റാണ്. അതല്ലെങ്കിൽ അതിന് ഓപ്പോസിറ്റ് പോകും. തീസത്തിന്റെ ഓപ്പോസിറ്റ് ഏത്തിസം കയറി വരും. ഏത്തിസം കയറി വരുമ്പോൾ ഏത്തിസം, നോ ഗോഡ് കയറി വരും. അവിടെ പല ആംഗിളുകളാണ് വരുന്നത്. ആഗ്നോസ്റ്റിസം, ആജ്ഞേയവാദം, ദൈവമേ ഇല്ല എന്ന് വ്യാഖ്യാനിക്കുന്ന വാദമുണ്ടാവും. പിന്നീട് അവിടുന്ന് നഷ്ടമേകുന്ന നോ ഗോഡ്, നോ റിലീജിയൻ, അങ്ങനെയൊക്കെ കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യും. ക്വസ്റ്റ്യനുകളുടെ ആൻസർ ആയിട്ട് വരിക. പിന്നീട് ഫ്രീ മേസണറി, ഫ്രീ റിലീജിയൻ, ഫ്രീ പേഴ്സണാലിറ്റി കയറി വരും. ദൈവത്തിന്റെ പ്രിയപ്പെട്ട യൗവനമേ, ജോർജ് മെന്റൽ, ഐസക് ന്യൂട്ടൺ, റോബർട്ട് ബോയിൽ, ചാൾസ് ബാബേജ്, റൈറ്റ്സ്, ആൽബർട്ട് ഐൻസ്റ്റൈൻ, മൈക്കൽ ഫാരഡേ, ഇവരെല്ലാം തന്നെ സൂപ്പർ ക്വാളിറ്റി വിശ്വാസികളായ, സൂപ്പർ അനോയിന്റഡ് ആയ, വളരെ വ്യക്തമായ ഒരു ക്രിസ്റ്റോഫനി എക്സ്പീരിയൻസിലൂടെ കടന്നു പോയത് കൊണ്ട് മാത്രം ലോകത്തെ കീഴ്മേൽ മറിച്ച സയന്റിസ്റ്റുകളാണ്. ഏത്തിസം അല്ല ഫാഷൻ, ക്രിസ്തുവാണ് പാഷൻ. എക്സ്പീരിയൻസ്. വേൾഡിന്റെ ജനസംഖ്യ 7.5 ബില്യൺ, 750 കോടി. എന്നാൽ ചൈനയിൽ 200 മില്യൺ ആളുകൾ തന്നെ, 20 കോടി ജനം ഏത്തിസ്റ്റുകളാണ്, കൺവിൻസ്ഡ് ഏത്തിസ്റ്റുകളാണ്. ലോകത്തിലെ നമ്പർ 2 കൺട്രി ഏത്തിസത്തിൽ ജപ്പാനാണ്. 30% തൊട്ട് 30% തൊട്ട് 40% ഏത്തിസ്റ്റുകളാണ്. എന്തുകൊണ്ടാണ് ഈ ടോക്ക് ഇങ്ങനെ വരിക? 3 ഫ്രാൻസ് ആണ്, 30% ഏത്തിസ്റ്റുകളാണ്. 4 ഓസ്ട്രേലിയ, 20 to 30%.
പിന്നെ നോർത്ത് കൊറിയ, ക്യൂബ, കംബോഡിയ, വിയറ്റ്നാം, അങ്ങനെ ജനസംഖ്യ ദൈവമില്ലെന്ന് കടന്നു പോവുകയാണ്. 7% ഓഫ് വേൾഡ് പോപ്പുലേഷൻ. അത് 2010 തൊട്ട് 15 വരെയുള്ള കാലഘട്ടം. 2020 ഏകദേശം 15% ഏത്തിസത്തിന്റെ മുകളിലേക്ക് കടന്നു കയറി. 15 to 25% ഓഫ് ദ പീപ്പിൾ ഇൻ ദ വേൾഡ് ആർ ഏത്തിസ്റ്റുകളായിന്ന്. ദൈവമില്ല. പുഞ്ചിരിയോട് ഇങ്ങനെ ഒരു വാക്യം പറയേണ്ടി വരും. ദൈവമില്ല എന്ന് പറയുന്നതിന് കാരണം ദൈവത്തെ കണ്ടിട്ടില്ല എന്നതുകൊണ്ടാണ്. ഷെക്കീന ടെലിവിഷൻ ഇല്ല എന്ന് ഒരാൾ പറയുന്നതിന്റെ അർത്ഥം അത് അവർ കാണാത്തത് കൊണ്ടാണ്. ലൈറ്റ് കത്തുന്നില്ല എന്ന് പറയുന്നതിന്റെ അർത്ഥം അതിന്റെ സ്വിച്ച് നീ പുട്ട് ഓൺ ചെയ്തില്ല എന്നാണ് അർത്ഥം. ദൈവത്തിന്റെ പ്രിയപ്പെട്ട മക്കളെ, ഒരു ഏത്തിസ്റ്റ് ഒരു പ്രോഗ്രാമിന് നേർക്കുനേർ വന്നിട്ട് പറഞ്ഞു, DNA, ചാൾസ് ഡാർവിൻ, പരിണാമം, നിങ്ങൾ പറയുന്നത് തെറ്റാണ്. മുഖത്തോട് മുഖം നോക്കി ഞാൻ അവനോട് പറഞ്ഞു, നീ പറയുന്നത് ശരിയാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല, പക്ഷെ നിന്റെ നട്ടലിൽ ഉള്ള വേദനയെ മാറ്റുവാൻ ഈ ഒരു സെക്കൻഡിൽ നീ ഇല്ല എന്ന് പറയുന്നവന് കഴിയും. അവൻ പുഞ്ചിരിയോടെ നോക്കുമ്പോൾ ജസ്റ്റ് അവന്റെ നട്ടലിൽ വെച്ചൊരു കൈ അവൻ ഇങ്ങനെ വ്യക്തമാക്കി, എന്തോ സംഭവിച്ചു. I lost my pain. എൻ്റെ പെയിൻ എനിക്ക് നഷ്ടമായി. I'm healed. ഏത്തിസ്റ്റ് മാറി മറിഞ്ഞു. വേണമെങ്കിൽ ഇല്ലെന്ന് പറയാം. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഒരു നല്ല കുമ്പസാരം ക്രിസ്തുവിൻ്റെ മുമ്പിലും നിന്റെ അഭിഷിക്തന്റെ മുന്നിലും ഒരു പുരോഹിതന്റെ മുന്നിൽ ഏറ്റുപറയുക, യേശുവാണ് ദൈവം. ഈ ഡിസപ്ഷന് ഒരു പോയിന്റ് എന്ന് പറയുക, യഥാർത്ഥ പോയിന്റ് എന്ന് പറയുക, ക്രൈസ്റ്റ് ഇസ് ദ ഓൺലി വൺ സൊല്യൂഷൻ. ക്രിസ്റ്റോഫണി ലൈഫ് മാറ്റും മക്കളെ, ലൈഫ് മാറ്റും. രണ്ടാമത്തെ പോയിന്റ് ഡിവിഷനാണ്. 3 രീതിയിലുള്ള ഡിവിഷൻസ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കടന്നു വരും. എന്തൊക്കെയാകാം ആ ഡിവിഷൻസ്? അത് മറ്റൊന്നുമല്ല, ശ്രദ്ധിച്ചു കേട്ടുകൊള്ളുക. യോഹന്നാൻ 17:22 ഞാനും പിതാവും ഒന്നായിരിക്കുന്നു, ഡിവൈഡഡ് ആകരുത്. 3 രീതിയിൽ യൗവനങ്ങൾ ഇന്ന് ഡിവൈഡഡ് ആകും. അറ്റാക്ക് 3 മേഖലയിലാണ്: ബോഡി, മൈൻഡ്, സ്പിരിറ്റ്. 3 ഏരിയയിലും അറ്റാക്ക് കടന്നു വരും. ശ്രദ്ധിച്ചുകൊള്ളുക. ഈ 3 ഏരിയയും ഡിവൈഡ് ചെയ്യുന്ന ലോകത്തിലെ നമ്പർ 1 പ്രോബ്ലം എന്ന് പറയുക പോണോഗ്രാഫിയാണ്. ഐ റിലേറ്റഡ് ഇഷ്യൂ, സെക്ഷൽ പ്രോബ്ലം, പോണോഗ്രാഫി. അതിൻ്റെ ബൈ പ്രൊഡക്റ്റായി മാസ്റ്റുർബേഷൻ, പിന്നീട് അഡൾട്ടറി, അവിടുന്ന് ഹോമോസെക്ഷുവാലിറ്റി, ലെസ്ബിയനിസം. അങ്ങനെ സഭയുടെ മേഖലയിലെല്ലാം നഷ്ടങ്ങൾ കടന്നു വരും. നീ ദൈവത്തിന്റെ ആലയം നശിപ്പിക്കും. റീസൺ സർവേ ഇങ്ങനെയാണ് പറയുക: 95% ഓഫ് ദ പീപ്പിൾ ഈ ലോക്ക്ഡൌണിൽ പോണോഗ്രാഫിയെ ഫോക്കസ് ചെയ്തു. 85% കുട്ടികളും പോണോഗ്രാഫിക്ക് അവർക്ക് കോണ്ടാക്ട് ചെയ്യുവാൻ ആക്സസ് ഉണ്ടായി. 40% ഡൗൺലോഡ് ചെയ്യുന്ന ഇന്റർനെറ്റ് പ്രോഡക്റ്റുകളും അതിൻ്റെ 30 to 40% പോണോഗ്രാഫി പ്രോഡക്ട്സ് ആണ്. വേൾഡിൽ ഹയസ്റ്റ് ഡേറ്റ യൂസേജ് ലോകത്തിൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് റീസെന്റ് ഇന്ത്യയാണ്. ഇന്ത്യയിൽ ഒരു മനുഷ്യൻ ഒരു ദിവസം per month അവന് മിനിമം നീഡഡായി വരിക 9.8 GB ഡേറ്റയാണ്. 2024 അത് 20 GB ആയി ഡെവലപ്പ് ചെയ്യും. അത്രമാത്രം അവൻ അത് അഡിക്റ്റഡ് ആണ്. ശ്രദ്ധിച്ചു കേട്ടുകൊള്ളുക. 25% സെർച്ച് എഞ്ചിൻസും, അത് ഗൂഗിൾ ആകാം, ഏത് തരത്തിലുള്ള സെർച്ച് എഞ്ചിൻസും
നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിച്ചു കൊള്ളുക, അതിൻ്റെ 25% സെർച്ച് ചെയ്യുന്ന ടോപ്പിക് സെക്സ് ആണ്. 35% ഓഫ് ഡൗൺലോഡ്സ് സെർച്ച് ചെയ്യുന്നതിൽ ഡൗൺലോഡ് ചെയ്യുന്നത് 35% പോണോഗ്രാഫിയാണ്. 40 മില്യൺ അമേരിക്കൻസ് പോണോഗ്രാഫിയിൽ അഡിക്റ്റഡ് ആണ്. 18-നും 24-നും വയസ്സ് താഴെയുള്ള അല്ലെങ്കിൽ ആ ഏജ് ഗ്രൂപ്പിൽ 70% മാസത്തിൽ ഒരു പ്രാവശ്യം പോണോഗ്രാഫി അഡിക്റ്റഡ് ആണ്. 70%, നോട്ട് 17, 70. ലോകത്തിൽ ആണുങ്ങൾ ഏറ്റവും കൂടുതൽ പോണോഗ്രാഫി അഡിക്ഷൻ ഉണ്ടാകുന്നു. 3 പെൺകുട്ടികളിൽ 1 പെൺകുട്ടി പോണോഗ്രാഫിയിലേക്ക് കടന്നു പോകുന്നു. ലോകത്ത് ഏറ്റവും കൂടുതൽ പോണോഗ്രാഫി കാണുന്ന ഡേ സൺഡേ ആണ്. ലോകത്തില് $97 ബില്യൺ ഇൻഡസ്ട്രിയാണ്. ശ്രദ്ധിച്ചു കേൾക്കുക, $97 ബില്യൺ ഇൻഡസ്ട്രിയാണ് പോണോഗ്രാഫി. കണ്ണിലൂടെ കടക്കും, മൈൻഡിനെ കോൺസെൻട്രേറ്റ് ചെയ്യും, ഡോപ്പോമിനും ടെസ്റ്റോസ്റ്ററോണും അത് കോണ്ടാക്ട് ചെയ്യും. നിങ്ങളിൽ പാപം ഡെവലപ്പ് ചെയ്യും, ബോഡി ചൂടാകും, ഹോട്ട് ഫ്ലഷ് ആകും, ബോൺ ഫ്രാക്ചേഴ്സും നെഗറ്റിവിറ്റിയും ഡെവലപ്പ് ചെയ്യും. ഡിവിഷൻ ഇൻ ദ ബോഡിക്ക് റീസൺ ആകുക. സെക്കൻഡ് പോർഷൻ ശ്രദ്ധിച്ചുകൊള്ളുക, ആ മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആയിട്ട് വരിക പോണോഗ്രാഫിയാണ്. എങ്ങനെയാണ് തിരികെ വരാൻ പറ്റുക? ദൈവത്തിന്റെ പ്രിയപ്പെട്ട മോനെ മോളെ, പോണോഗ്രാഫി ഒരു ആക്ട് അല്ല, ഒരു വിഷ്വലൈസേഷൻ അല്ല. അത് യഥാർത്ഥത്തിൽ ഒരു ഡിമണാണ്, സേറ്റനാണ്. സ്പിരിറ്റ് ഓഫ് പോണോഗ്രാഫി, സ്പിരിറ്റ് ഓഫ് മാസ്റ്റുർബേഷൻ. ആ ഡിമണാണ് നമ്മളെ അറ്റാക്ക് ചെയ്യുക. ശ്രദ്ധിച്ചുകൊള്ളുക, ഒരു 5 മിനിറ്റ് കൊണ്ട് ഏറിയ നമ്മൾ കവർ ചെയ്യുകയാണ്. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ക്രിസ്റ്റോഫനിയെ തടസ്സമാക്കുന്ന 2ാമത്തെ പോയിന്റ് ആയിരുന്നു ഡിവിഷൻ. 3ാമത്തെ പോയിന്റ് ഡൈവേർഷനാണ്. നമ്മുടെ ഫോക്കസ് ചേഞ്ച് ചെയ്യുന്ന ഡൈവേർഷൻ. എന്താണ് നമ്മളെ ഡൈവേർട്ട് ചെയ്യുക? 2 പ്രധാനപ്പെട്ട മേഖലകൾ ശ്രദ്ധിച്ചുകൊള്ളുക. അതിന് ബൈബിള് പറയുന്ന വേർഡ് ഇതാണ്: കാർണാലിറ്റി, ലൗകികത, ലോകസംബന്ധമായ വിഷയങ്ങൾ. എന്തൊക്കെയാണ് ലൗകികത? പോയിന്റ് നമ്പർ 1, ഗെയിംസ്. ഗെയിംസ് എന്താണ്? പ്ലേ സ്റ്റേഷൻ ആകാം, എക്സ്ബോക്സ് ആകാം, മൊബൈൽ ആകാം, ഏത് ഗാഡ്ജറ്റ്സ് ആകാം. ശ്രദ്ധിച്ചുകൊള്ളുക, ലോകത്തിൽ 3750 കോടി അല്ലെങ്കിൽ $3,750 മില്യൺ ഇൻഡസ്ട്രിയാണ് ഗെയിംസ് ഇൻഡസ്ട്രി. എഞ്ചിനീയറിംഗ് ശാഖകൾ പോലും ഇതിനകത്ത് ഡെവലപ്പ് ചെയ്തു, ആനിമേഷൻസ് ഡെവലപ്പ് ചെയ്തു. പീപ്പിൾ ആർ ഫോക്കസിങ് ഓൺ ഗെയിംസ്. ഇന്റർനെറ്റ്, ലോകത്തിൽ ഓൺലൈനിൽ 10% പോപ്പുലേഷനും ഓൺലൈനിൽ ഗെയിംസ് കളിക്കുന്നു. 2 ബില്യൺ ആളുകളും ഗെയിം അഡിക്റ്റഡ് ആണ്. 2 ബില്യൺ, 200 കോടി ജനം. 64% US പോപ്പുലേഷനും ഗെയിംസിന് അഡിക്റ്റഡ് ആണ്. മൈൻഡ് ഡിസ്റ്റർബ് ആകുന്നു. കാർപ്പൽ ടണൽ സിൻഡ്രം, കൈക്കുണ്ടാകുന്ന രോഗമുണ്ടാകുന്നു. ADHD, ഡെഫിഷ്യൻസി സിൻഡ്രം ഡെവലപ്പ് ചെയ്യുന്നു. എനിമിറ്റി ഡെവലപ്പ് ചെയ്യുന്നു. ഗെയിംസ് എല്ലാം മാറി. പോലീസ് കള്ളനെ പിടിക്കുന്നതല്ല, കള്ളൻ പോലീസിനെ വെട്ടിക്കുന്നത് വലിയ ഗെയിമായി മാറി. പരസ്പരമുള്ള ഫൈറ്റ്, ഇതെല്ലാം പ്രശ്നമായി മാറി. നമ്മൾ കേൾക്കുമ്പോൾ നിസ്സാരമെന്ന് തോന്നാം, എന്നാൽ യൗവനങ്ങളിൽ 50%-നെയും ഇത് ഫോക്കസ് ചെയ്യുന്നു. ഗെയിംസ് ഉണ്ടാകണം, എക്സസൈസ് ഉണ്ടാകണം, ഫിസിക്കൽ. മൈൻഡിനെ ഇജക്റ്റ് ചെയ്യുന്ന
ഗെയിംസ് നീഡഡ് ആണ്, ബ്രെയിൻ ഗെയിംസ്. എന്നാൽ അതിന് പകരം അഡിക്ഷനുകളും റൂമിൽ അടയിരുന്ന് ഉറക്കമില്ലാതെ അപ്പനോടും അമ്മയോടും ബന്ധമില്ലാതെ യൗവനമേ കടന്നു പോകുന്നെങ്കിൽ ഹൗ കുഡ് യു ഫീൽ ദ പ്രസൻസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്? ക്രിസ്റ്റോഫനി നഷ്ടമാകും. പിന്നീട് വരുന്നതാണ് ഫിക്ഷൻസ്, ഇമോഷണൽ ഫിക്ഷൻസ്. അൺനാച്ചുറൽ ഹീറോസ് ഡെവലപ്പ് ചെയ്യും. ഷെർലക് ഹോംസ്, ഡ്രാക്കുള, അതുപോലെ വലിയ വലിയ സീരിയലുകൾ ഡെവലപ്പ് ചെയ്യും. അപസർപ്പക കഥകൾ. സൂപ്പർമാനും സ്പൈഡർമാനും ഹീറോ ആയി വരും. ട്രാൻസ്ഫോമേഴ്സും ഏലിയൻസും ലോകത്തെ ഏറ്റവും കൂടുതൽ കീഴടക്കുന്ന ഫിലിമായി മാറും. അല്ലയോ യൗവനമേ, നമ്മൾക്കൊരു ഹീറോയേ ഉള്ളൂ, ഒരു സൂപ്പർ ഹീറോയേ ഉള്ളൂ. അവന്റെ പേര് യേശു എന്ന. ഡിവൈഡ് ചെയ്യുന്ന സ്പിരിച്വാലിറ്റി ക്രിസ്റ്റോഫനിയെ തകർക്കും. ശ്രദ്ധിച്ച് കേട്ടുകൊള്ളുക. പിന്നീട് വരുന്ന ലൗകിക മേഖലയാണ് ആൽക്കഹോൾ, സ്മോക്കിംഗ്, ഡ്രഗ്സ്. അതും മരിയുവാന, കഞ്ചാവ് പോലുള്ള കാര്യങ്ങൾ, മറ്റേതെങ്കിലും സബ്സ്റ്റൻസ്, അതെല്ലാം നമ്മുടെ ലൈഫിനെ മാറ്റിമറിക്കും. അത് ഏത് തരത്തിലാണെങ്കിലും ഒരു ക്രിസ്റ്റോഫനി എക്സ്പീരിയൻസ് കൊണ്ടുവരില്ല. സോ യു നീഡ് എ തറവ്, ഡീപ് confession and spiritual sharing. Fourth and final one, discouragement ആണ്. What do you mean by discouragement? നമ്മളെ നശിപ്പിക്കുന്ന ഏറ്റവും വലിയൊരു പ്രോബ്ലമാണ് നമ്മൾക്ക് ഉത്സാഹം തരാത്ത മേഖലകൾ. അതിൻ്റെ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുക സ്പിരിച്വൽ വൂൺസ് ആണ്. ആന്തരിക മേഖലകളിൽ വരുന്ന വൂൺസ്. 3 യോഹന്നാൻ 1:2, ആത്മാവ് ശക്തമാണെങ്കിൽ എല്ലാ കാര്യത്തിലും നീ വിജയം വരിക്കും. അത് 2 രീതിയിൽ വൂൺസ് ഉണ്ടാകാം. ഒന്ന്, മനുഷ്യൻ എന്നോട് ചെയ്യുന്ന വൂൺസ്. 2, എൻ്റെ പാപങ്ങളാൽ കടന്നു വരുന്ന വൂൺസ്. മനുഷ്യൻ എന്നോട് ചെയ്യുന്നത് മിസ്യൂസ്, അബ്യൂസ്, സെക്ഷലി എന്നെ നശിപ്പിക്കുന്നത്, ഹോട്ട് വേർഡ്സ്, ടീച്ചേഴ്സിൽ നിന്ന്, പേരൻസിൽ നിന്ന്, സിബിളിങ്ങിൽ നിന്ന് വരുന്ന കട്ടായ വാക്കുകൾ, കമ്പാരിസൺസ്, കളറ്, ഹൈറ്റ്, സൈസ്, മെഷർമെന്റ്, ഇങ്ങനെയൊക്കെ വരുന്ന എല്ലാ തരമുള്ള കമ്പാരിസൺസും എന്നെ ഹേർട്ട് ചെയ്യും. ഇത് ക്രിസ്റ്റോഫനിയെ തകർക്കും. അതുപോലെ ചില സിറ്റുവേഷൻസ്, പെട്ടെന്നുണ്ടായ ആക്സിഡന്റ്, കൂട്ടുകാരന്റെ മരണം, പപ്പയുടെ മരണം, അമ്മയുടെ മരണം, നിരവധി സംഭവങ്ങൾ ക്രിസ്റ്റോഫനിയെ തകർക്കും. ഹെൽത്ത് ഉള്ളൊരു മൈൻഡിന് മാത്രമേ ആത്മാവിൽ ക്രിസ്തുവിനെ നേടിയെടുക്കാൻ പറ്റുകയുള്ളൂ. ദൈവത്തിന്റെ പ്രിയപ്പെട്ടവനമേ, സൊല്യൂഷൻ എന്ത്? ഡിസെപ്ഷൻ, ഡിവിഷൻ, ഡൈവേർഷൻ, ഡിസ്കറേജ്മെന്റ് ക്രിസ്റ്റോഫനി ഇല്ലാതാക്കും. എന്താണ് ഒരു സൊല്യൂഷൻ? സൊല്യൂഷൻ നിങ്ങൾ എടുത്തു വെച്ചുകൊള്ളുക, അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. അക്നോളജ്മെന്റ് ആണ് ഏറ്റവും വലിയ സൊല്യൂഷൻ. അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, എവിടെയാണ് ഞാൻ വീക്ക്? പോണോഗ്രാഫി ആണോ? മിസ്യൂസ് ആണോ? ബ്രോക്കൺനെസ് ആണോ? എന്തായാലും കർത്താവിന്റെ മുന്നിലേക്ക് കൊണ്ടുവരിക. 2, റിപ്പന്റൻസ്, പശ്ചാത്തപിക്കണം, ആഴമേറിയ പശ്ചാത്താപം. 3, കൺഫഷൻ, വൈദികന്റെ മുന്നിൽ പാപങ്ങളെല്ലാം ഏറ്റുപറയണം. 4, മൈൻഡ് ഫില്ല് ചെയ്യണം. എങ്ങനെ ഫില്ല് ചെയ്യണം? വചനത്താൽ, പ്രൈസ് ആൻഡ് വർഷിപ്പിനാൽ, ദൈവത്തിന്റെ ദിവ്യകാരുണ്യത്താൽ, പരിശുദ്ധമായ ആരാധനയാൽ ഫില്ല് ചെയ്യണം. ഇനിയും എന്താണ് ചെയ്യേണ്ടത്? മറ്റൊന്നുമല്ല, ആഗ്രഹിക്കണം. നീർച്ചാൽ തേടുന്ന മാൻപേട പോലെ ഒരു ക്രിസ്റ്റോഫനിക്ക് വേണ്ടി ആഗ്രഹിക്കുക. അങ്ങനെ ആഗ്രഹിക്കുമ്പോഴാണ് ദൈവം ഒരു വ്യക്തിയെ ഇടപെടുക. You are going to see a mighty intervention of God in someone's life. ഒരു സൂപ്പർ ക്വാളിറ്റി ടെസ്റ്റിമണി ദൈവം നിങ്ങളുടെ മുമ്പിലേക്ക് തരികയാണ്. സാധാ പെൺകുട്ടി ഡോക്ടറായി മാറിയപ്പോൾ
ഡോക്ടർ നിമിഷ ജിക്കു, മാസ്റ്റേഴ്സ് ഇൻ ഡെന്റിസ്ട്രിയിൽ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ നിന്നും കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നും BDS MDS ഒക്കെ കഴിഞ്ഞ് മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്ത പെൺകുട്ടി തൻ്റെ ലൈഫിൽ വിശ്വാസിയായിരുന്നിട്ടും ദൈവത്തെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഉണ്ടായ മാറ്റം ദൈവത്തിൻ്റെ ആത്മാവിനാൽ ഈ ടെസ്റ്റിമണി കേട്ടതിന് ശേഷം ദൈവത്തിൻ്റെ ആരാധനയിലേക്ക് നമ്മൾ കടന്നു പോവുകയാണ്. So let us hear this testimony right now. ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും. ഒരു പുതു ചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും. എൻ്റെ ആത്മാവിനെ നിങ്ങളിൽ ഞാൻ നിവേശിപ്പിക്കും. ഹല്ലേലൂയ. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് നമ്മൾ കേട്ടൊരു വചനമാണിത്. അതുപോലെ തന്നെ എനിക്ക് നിങ്ങളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. നിങ്ങളുടെ നാശത്തിനുള്ളതല്ല, എന്നാൽ നിങ്ങളുടെ ക്ഷേമത്തിനുള്ളതാണ്. നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന ഒരു പദ്ധതി. ഇങ്ങനെ രണ്ട് ശക്തമായ വചനങ്ങൾ നമ്മുടെ ബൈബിളിൽ നമ്മളെല്ലാം കാണുന്നതാണ്. അത് പലപ്പോഴും നമ്മൾ കേട്ട് വിട്ടുപോകുന്നൊരു വചനമായി മാത്രം നമ്മൾ ജീവിതത്തിലേക്ക് ചുരുങ്ങിക്കൊണ്ടിരിക്കുന്നു. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇത്രയും ശക്തമായ രണ്ട് വചനങ്ങൾ ഉണ്ടെങ്കിലും ശൂന്യതയാണ് മിച്ചമുണ്ടാവുക. ശൂന്യത, ഡിപ്രഷൻ, ഇമോഷണൽ ബ്രേക്ക് ഡൗൺ, ഇതൊക്കെയാണ് നമ്മളെ പലപ്പോഴും മുൻപോട്ട് കൊണ്ടുപോകുന്നത്. നമ്മുടെ ജീവിതം എന്തുകൊണ്ടാണ് അങ്ങനെയായി പോകുന്നത്? പലപ്പോഴും ഞാനും ഇങ്ങനെ തന്നെയായിരുന്നു. എൻ്റെ യേശു ആരാണെന്ന് മനസ്സിലാക്കുന്നത് വരെ എൻ്റെ ജീവിതവും യൂത്ത്ഫുൾ ആയിട്ടും യങ് ആയിട്ടും വളരെ ചെറുപ്പമുള്ള പ്രായമായിട്ട് പോലും നമ്മൾ പലപ്പോഴും യേശുവിനെ അറിയാത്തത് കൊണ്ട് നമ്മൾ ഡിപ്രഷനിലോട്ട് പോകുന്നു. ശൂന്യതയിലോട്ട് മാത്രമായി നമ്മുടെ ജീവിതം ഒതുങ്ങുന്നു. അങ്ങനെയായിരുന്നു ഞാനും. 2017 ഞാൻ എൻ്റെ PG ഫൈനൽ ഇയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം ഞാൻ എൻ്റെ വീട്ടിലാണ്. എൻ്റെ പേരൻസും എൻ്റെ ഫാമിലിയും അമേരിക്കയിലോട്ട് മൈഗ്രേറ്റ് ചെയ്യുന്നു. എൻ്റെ ഹസ്ബൻഡുണ്ട്. ഹസ്ബൻഡ് വേറൊരു സ്ഥലത്താണ് ജോലി ചെയ്യുന്നത്. ഞാൻ അങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കുന്നൊരു സമയം. എല്ലാം ഉണ്ട്, എല്ലാ സന്തോഷവുമുണ്ട്, പക്ഷേ ഒരു ശൂന്യത. പൂർണ്ണമായി സന്തോഷിക്കാൻ പറ്റുന്നില്ല. പൂർണ്ണ ഹൃദയത്തോടെ നമുക്കൊന്ന് ചിരിക്കാൻ പറ്റുന്നില്ല. ഒത്തിരി പ്രഷറുണ്ട്. നമ്മുടെ ജോബിൽ, നമ്മൾ വർക്ക് ചെയ്യുന്ന മേഖലയിൽ ഒത്തിരി പ്രഷറുണ്ട്. നമ്മുടെ ഫൈനൽ ഇയർ ആണ്, കംപ്ലീറ്റ് ചെയ്യണം. അതിൻ്റെ കുറേ സ്ട്രെസ്, ഇതിൽ കൂടെയൊക്കെ കടന്നു പോകുന്നൊരു സമയത്ത് എന്തെന്നില്ലാതെ ഡിപ്രഷനിലോട്ട് പോകുന്നൊരു സമയം ഞാൻ ഒരു റിട്രീറ്റിനെ കുറിച്ച് കേട്ടു. ഞാൻ എൻ്റെ ജീവിതത്തിൽ അന്ന് വരെ ഒരു റിട്രീറ്റ് പോലും കൂടിയിട്ടില്ലാതിരിക്കുമ്പോൾ ആ ഒരു സാഹചര്യത്തിൽ പരീക്ഷയ്ക്ക് വെറും 1 മാസം മാത്രം ബാക്കിയുള്ളപ്പോൾ ഞാൻ ആ റിട്രീറ്റിന് പോകാൻ തീരുമാനിച്ചു. അതെൻ്റെ ജീവിതത്തിലൊരു വഴിത്തിരിവായിരുന്നു. ഞാനന്ന് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ ഏക പ്രാർത്ഥന ഇതായിരുന്നു: എനിക്ക് രോഗശാന്തിയല്ല, എൻ്റെ ബാധ്യതകളോ എൻ്റെ പഠനമോ അതൊന്നുമല്ല എനിക്ക് വേണ്ടത്. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഈ ശൂന്യത എന്തുകൊണ്ട് എനിക്ക് അങ്ങേ അറിയാൻ പറ്റുന്നില്ല? അങ്ങ് ജീവിക്കുന്ന ദൈവമാണെന്ന് നമ്മൾ കേൾക്കുന്നുണ്ട്, എന്നാൽ അങ്ങേ എന്തുകൊണ്ട് അനുഭവിക്കാൻ പറ്റുന്നില്ല? എനിക്കിതിനൊരു സൊല്യൂഷൻ വേണം. ഇത് മാത്രമായിരുന്നു ഞാൻ അവിടെ അന്ന് ചോദിച്ച കാര്യം. 3 ദിവസം 4 ദിവസം ആ ഒരു റിട്രീറ്റ് ക്രൈസ്റ്റ് കൾച്ചറിൻ്റെ ഞാൻ കൂടി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം: എൻ്റെ ജീവിതത്തിൽ എനിക്ക് എൻ്റെ ക്രിസ്തുവിനെ അനുഭവിക്കാൻ പറ്റുന്നത് ദൈവത്തിൻ്റെ വചനത്തിൽ കൂടെയാണ്. ആ വചനം അറിഞ്ഞാൽ മാത്രമേ എനിക്ക് മുൻപോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ആ 4 ദിവസം എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ലാത്ത ഒരു അനുഭവം ദൈവത്തിൻ്റെ വചനത്തിലൂടെ, ദൈവം യേശു ക്രിസ്തു ജീവിക്കുന്ന ദൈവമാണ് എന്നൊരു ബോധ്യം എനിക്ക് കിട്ടിയതിന് ശേഷം ഞാൻ തിരിച്ചു വന്നിട്ട് വചനത്തിൽ കൂടുതൽ ഫോക്കസ് ചെയ്ത് മുൻപോട്ട് പോകുന്നു. എൻ്റെ പരീക്ഷ ആകാറായി, 1 മാസം മാത്രമേ ബാക്കിയുള്ളൂ പരീക്ഷയ്ക്ക്. അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ പിന്നെയും സ്ട്രെസ്സ് കടന്നു വരുന്നു. പിന്നെയും നെഗറ്റിവിറ്റീസ് ഒത്തിരി നമ്മുടെ ലൈഫിലോട്ട് വരുന്ന പോലെ തോന്നി. ഞാൻ വചനത്തെ മുറുകെ പിടിച്ചു. അങ്ങനെ പരീക്ഷയ്ക്ക് വെറും 1 മാസം ബാക്കിയുള്ള ആ ഒരു സമയത്ത് ഞാൻ പഠിക്കാനായിട്ട് തുടങ്ങുമ്പോൾ എനിക്ക് ഒരിക്കലും ഇല്ലാത്ത പോലെ ഒരു പനിയും അസുഖമൊക്കെ വന്ന് ഞാൻ ടെസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് ഡെങ്കി ഫീവർ ആണെന്ന് മനസ്സിലായി. അങ്ങനെ ആ ഡെങ്കി ഫീവർ വന്നപ്പോൾ ഞാൻ ആകെ തകർന്നു പോയി. അത്രയും കാലം ഇത്രയും പ്രഷറിലും സ്ട്രെസ്സിലും ഞാൻ കടന്നു പോയപ്പോൾ, എന്നിട്ടും ഞാൻ ദൈവത്തിൻ്റെ വചനം മുറുകെ പിടിക്കാൻ തുടങ്ങിയപ്പോൾ വീണ്ടും ഇന്ന് വരെ ഒരു പനി പോലും മര്യാദയ്ക്ക് വന്നിട്ടില്ലാത്ത എനിക്ക് ഒരു ഡെങ്കി ഫീവർ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ആകെ അങ്ങ് ഡിപ്രസ്ഡ് ആയിപ്പോയി. പക്ഷേ അന്ന് ഞാൻ കരഞ്ഞ് എൻ്റെ ദൈവത്തിൻ്റെ
കൂടെ ഇരുന്ന് പ്രാർത്ഥിച്ച് ഞാൻ വചനം തുറന്നപ്പോൾ എനിക്ക് കിട്ടിയൊരു മറുപടി ഉണ്ടായിരുന്നു ദൈവത്തിൻ്റെ. ഹബക്കുക്ക് പ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായം 5-ാം വാക്യം. ഞാൻ ആദ്യമായിട്ട് ബൈബിളിൽ അന്ന് ആ വചനം കാണുന്നത്, അങ്ങനെ ഒരു ബുക്ക് ഉണ്ടെന്ന് തന്നെ ഞാൻ അന്ന് ആദ്യമായിട്ട് മനസ്സിലാക്കിയത്. അതിലിങ്ങനെ പറയുന്നത്, ജനതകളുടെ ഇടയിലേക്ക് നോക്കി വിസ്മയഭരിതരാകുവിൻ, പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്ത കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ നാളുകളിൽ ചെയ്യാൻ പോകുന്നു. അപ്പം ഞാൻ ആലോചിച്ചു, എന്തായിരിക്കും ഈ പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്ത കാര്യങ്ങൾ എന്നാണ് ഞാൻ ആദ്യം ആലോചിച്ചത്. ശരിക്കും എന്നാലും നമുക്കൊരു വിശ്വാസം വരത്തില്ല. എപ്പോഴും നമ്മൾ നമ്മുടെ കഴിവിലാണ് പൂർണ്ണമായും അന്നേരവും ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവത്തെ മുറുകെ പിടിച്ചു എന്ന് പറഞ്ഞാലും ഒരു 100% ദൈവത്തിലോട്ട് സറണ്ടർ ചെയ്യാൻ നമുക്ക് പലപ്പോഴും പറ്റാതെ പോയി. അവസാനം ഞാൻ പരീക്ഷ എഴുതി ആദ്യത്തെ എക്സാം എനിക്ക് ഒരു രീതിയിലും എന്താ പറയുക, പാസ്സാകുമെന്ന് പ്രതീക്ഷ തരാത്തൊരു പരീക്ഷയായിരുന്നു. അതെന്നെ പിന്നെയും വീണ്ടും തളർത്തി. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമുണ്ട്, ദൈവമേ, ഞാൻ ദൈവത്തോട് കൂടുതൽ ചേരും തോറും എനിക്കിങ്ങനെയാണോ വന്നുകൊണ്ടിരിക്കുന്നത്? എൻ്റെ ജീവിതത്തിൽ വീണ്ടും പ്രശ്നങ്ങളാണല്ലോ ദൈവമേ വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആകെ വീണ്ടും ഡിപ്രഷനായി. അപ്പം ഞാൻ ഞങ്ങളുടെ പ്രെയർ ഗ്രൂപ്പ്സിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കുറേ ആൾക്കാരുടെ അടുത്തെല്ലാം കോണ്ടാക്ട്സ് വെക്കുന്നുണ്ടായിരുന്നു റിട്രീറ്റിന് ശേഷം. അവരോടൊക്കെ ഞാനിങ്ങനെ പറഞ്ഞു, എൻ്റെ എക്സാം ഭയങ്കര ഫ്ലോപ്പായിരുന്നു, എനിക്ക് ഒരു രീതിയിലും ഇത് പാസ്സാവും തോന്നുന്നില്ല, എനിക്ക് ഇനിയും ഒരു 6 മാസം, തോറ്റു കഴിഞ്ഞാൽ വീണ്ടും 6 മാസം എനിക്ക് അവിടെ സ്പെൻഡ് ചെയ്യണം, എനിക്കത് പറ്റത്തില്ല, എനിക്ക് എന്തായാലും ഞാൻ തോറ്റു, ഇനി എനിക്ക് മുമ്പോട്ട് പരീക്ഷ എഴുതണം തന്നെ തോന്നുന്നില്ല. അങ്ങനെയൊക്കെ നിന്ന സമയത്താണ് എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എനിക്ക് പെട്ടെന്ന് ബ്രദറുമായിട്ട് ഞങ്ങളുടെ എല്ലാവരുമായിട്ടൊന്ന് പ്രാർത്ഥിക്കാനൊരു അവസരം കിട്ടി. അന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ശരിക്കും ഹോളി സ്പിരിറ്റിൻ്റെ ഒരു ഇൻഫ്ലുവൻസ്, ഒരു ഇൻ്റർവെൻഷൻ അതെന്താണെന്ന് എനിക്ക് മനസ്സിലായി. നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പസ്തോല പ്രവർത്തനത്തിൻ്റെ 1-ാമത്തെ അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ ശക്തി പ്രാപിച്ചു, എല്ലാവരും പല ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി, ഇതുവരെ കേട്ടിട്ടില്ലാത്ത കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ തുടങ്ങിയെന്ന്. അതുപോലെ അന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ സബ്ജക്റ്റ്, ഞാൻ മെഡിക്കൽ ഫീൽഡാണ്, എൻ്റെ സബ്ജക്റ്റിലെ കുറേ കാര്യങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നവരെല്ലാം സംസാരിക്കാൻ തുടങ്ങിയതായിട്ടും എനിക്ക് തോന്നി. ഞാൻ എന്നിട്ട് വീണ്ടും ഇവരുടെ കൂടെ എല്ലാം പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് ഞാൻ വചനം തുറന്നു, കുറച്ച് നേരം ഈശോയുടെ കൂടെ ഇരുന്നിട്ട് ഞാൻ ഈ കേട്ട കാര്യങ്ങളെല്ലാം കൂടെ ഒരു പേപ്പറിൽ എഴുതി വെച്ചിട്ട് ഞാൻ തന്നെ എൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഫ്രെയിം വർക്ക് ചെയ്തു. ആ ഫ്രെയിം വർക്ക് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ഡേ ഞാൻ പരീക്ഷ ഹാളിൽ പോകുമ്പോൾ അതേ ഓർഡറിൽ ഞാനൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കി ഞാൻ പറഞ്ഞു, അതേ ഓർഡറിൽ എനിക്ക് എൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി. ശരിക്കും അന്ന് എനിക്ക് മനസ്സിലായി, നമ്മൾക്കൊക്കെ വിചാരിക്കാൻ പറ്റുന്നതിനും അപ്പുറത്ത്, കാരണം ചെറിയൊരു കാര്യമായിരിക്കാം, ചിലപ്പോൾ ഒരു പരീക്ഷ ഒരു വലിയ കാര്യമല്ലായിരിക്കാം, പക്ഷേ എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു റിയൽ എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് മനസ്സിലായി ഇതാണ്, അതായത് ദൈവം ജീവിക്കുന്നുണ്ട് എന്നുള്ളത്. അത് കഴിഞ്ഞ് വീണ്ടും 2-3 പരീക്ഷകൾ ഞാൻ ഇതേ പാറ്റേൺ ഫോളോ ചെയ്തു. ഞാൻ പ്രാർത്ഥിച്ചു ഇരുന്നു. ശരിക്കും ഹോളി സ്പിരിറ്റ് എന്താണ്, ഹോളി സ്പിരിറ്റിൻ്റെ ഒരു റെവലേഷൻ എനിക്ക് മനസ്സിലായി. അവിടെ എല്ലാ എക്സാമിനും ഞാനൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഫ്രെയിം വർക്ക് ചെയ്ത് പോയി. അത് തന്നെയായിരുന്നു എൻ്റെ ക്വസ്റ്റ്യൻ, എനിക്ക് വന്ന ചോദ്യങ്ങൾ. അന്നേരം ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ ശരിക്കും എൻ്റെ ദൈവം ജീവിക്കുന്ന ദൈവമാണെന്നൊരു ബോധ്യത്തിലോട്ട് ഞാൻ വന്നു. അതിനുശേഷം വീണ്ടും ഓരോ എക്സ്പീരിയൻസ് നമ്മുടെ ലൈഫിൽ വന്നുകൊണ്ടിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദൈവത്തിന് പൂർണ്ണമായി വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ എന്തും. അത്രയും കാലം ഞാൻ ജീവിതത്തിൽ കുറേ പരീക്ഷകൾ എഴുതിയിട്ടുണ്ട്, എല്ലാത്തിലും ഞാൻ പാസ്സായിട്ടുണ്ട്. ഇത് ഞാൻ ഡെങ്കിപ്പനി വന്നു, സ്റ്റഡി ലീവ് ഇല്ലായിരുന്നു, അവസാനത്തെ ഒരാഴ്ച ഞാൻ പഠിച്ചുവെങ്കിലും എനിക്ക് അവസാനം പാസ്സാവാൻ പറ്റും. നമ്മുടെ യുവജനങ്ങളെല്ലാം ഒത്തിരി സ്ട്രെസ്സ്, പരീക്ഷ, ജോലി, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളിലൂടെ കടന്നു പോകുന്നതാണ്. അന്നേരം ഇങ്ങനത്തെ നിങ്ങൾക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റും പലപ്പോഴും. പരീക്ഷകളൊക്കെ പാസ്സാവുന്നതിൻ്റെ ബുദ്ധിമുട്ട് ഇല്ലാതെ വരുമ്പോൾ നമുക്കുള്ള സ്ട്രെസ്സൊക്കെ. അപ്പോൾ അങ്ങനെ ഞാൻ ഇത് കടന്നുപോയി, പാസ്സായി. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, നമ്മുടെ യേശുവിൻ്റെ കൂടെ മുൻപോട്ട് പോയി കഴിഞ്ഞാൽ എന്തും നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റും. എന്ത് കാര്യം, ഏത് ചലഞ്ച് വന്നാലും നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റും എന്നുള്ളൊരു കാര്യം എനിക്ക് മനസ്സിലായി. അപ്പോൾ എനിക്ക് ഇത്രേ പറയാനുള്ളൂ, നമ്മൾ ദൈവത്തിൽ നിന്ന് എത്ര തീക്ഷ്ണതയോടുകൂടി അകന്നു പോകാൻ ശ്രമിച്ചോ അതിൻ്റെ 10 ഇരട്ടി തീക്ഷ്ണതയോടെ അവിടുത്തെ തേടുകയും തിരിച്ചു വരികയും ചെയ്യുക, അവിടുത്തെ അന്വേഷിക്കുക. കാരണം നമുക്ക് എപ്പോഴും റിയൽ ലൈഫിൽ നമ്മുടെ ദൈവം ഫിസിക്കലി അപ്പിയർ ചെയ്യുന്നില്ല. അപ്പോൾ നമ്മുടെ കൂടെ നമ്മുടെ അപ്പൻ, നമ്മുടെ അമ്മ, അവരാരും ഉള്ളതുപോലെ ഈശോ നമ്മുടെ കൂടെ ഇല്ലാത്തത് കൊണ്ട് നമുക്കത് വെറും ഒരു കഥയായിട്ട് പലപ്പോഴും തോന്നാം. പക്ഷേ ഇത് ക്രിസ്റ്റോഫനി എന്ന് പറയുന്ന കാര്യം, ദ ക്രൈസ്റ്റ് എക്സ്പീരിയൻസ്, ദ നോൺ ഫിസിക്കൽ മാനിഫെസ്റ്റേഷൻ ഓഫ് ക്രൈസ്റ്റ്, അത് നമ്മുടെ ലൈഫിൽ ഉണ്ടാകണമെങ്കിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദൈവത്തിൻ്റെ വചനമാണ്. ഈ ദൈവത്തിൻ്റെ വചനം ഓരോ സാഹചര്യത്തിലും നമ്മൾ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ, ഒരു സിറ്റുവേഷനിലും നമ്മൾ ബൈബിൾ പ്രാർത്ഥിച്ച് തുറന്നു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന വചനങ്ങൾ എന്ന് പറയുന്നത് ഭയങ്കരമായ പവറുള്ളതും ലൈഫുള്ളതുമാണ്. വചനം എന്ന് പറയുന്നത് ക്രിസ്തു തന്നെയാണ്, നമുക്കെല്ലാം അറിയാം.
ആ ഒരു റിയലൈസേഷൻ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവണം. അതാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. അപ്പം നിങ്ങളെല്ലാവരും യൗവനങ്ങളാണ്, യുവജനങ്ങളാണ്. ശൂന്യതയും ഡിപ്രഷനും ഒന്നും നമുക്ക് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ല. ലൈവായിരിക്കണം, എനർജറ്റിക് ആയിരിക്കണം, എപ്പോഴും യേശുവിൻ്റെ കൂടെ സെലിബ്രേറ്റ് ചെയ്ത് മുമ്പോട്ട് പോകുന്നൊരു ജീവിതം. അതാണ് നമ്മൾ ഓരോരുത്തരിൽ നിന്നും ആഗ്രഹിക്കുന്നത്. സോ ഇത്രേ പറയാനുള്ളൂ. നമ്മൾ ഏത് ചെളിക്കുണ്ടിൽ കിടക്കുന്നവരുമാകട്ടെ, ഏത് സാഹചര്യത്തിലുമാകട്ടെ, നിരാശ അല്ലെങ്കിൽ എത്ര വലിയ പാപിയാണെങ്കിലും ഒരേ ഒരു കാര്യം ചെയ്യുക: ക്രിസ്തുവിൻ്റെ കൃപയിൽ, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ വിശ്വസിക്കുക. കൊറിന്ത്യൻസിൻ്റെ ലേഖനം 2-ാമത്തെ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: മൈ ഗ്രേസ് ഇസ് സഫിഷ്യൻറ്റ് ഫോർ യു, ഫോർ മൈ പവർ ഇസ് മെയ്ഡ് പെർഫെക്റ്റ് ഇൻ വീക്ക്നെസ്. എനിക്ക് നിൻ്റെ കൃപ മതി, നിനക്ക് എൻ്റെ കൃപ മതി. അതാണ് കർത്താവ് പറയുന്നത്. ആ ഒരു വചനത്തിൽ ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് ആ ഒരു കൃപയിൽ മുൻപോട്ട് പോകാം. വേറെ ഒന്നും വേണ്ട. ജസ്റ്റ് ടേൺ ബാക്ക്, ഹാവ് ഫെയ്ത്ത്, വിശ്വസിക്കുക കർത്താവിൽ, തിരിച്ചു വരിക, അവിടുത്തെ കൃപയിൽ വിശ്വസിക്കുക. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ സമയമാണിനി, ആരാധനയുടെ സമയം. ഈശോ കടന്നു വരികയാണ് നമ്മുടെ ജീവിതത്തിലേക്ക്. ആത്മാവിൻ്റെ വലിയ ഇടപെടലുമായി ദൈവം കടന്നു വരികയാണ്. എല്ലാവരും ഈശോയുടെ മുന്നിലേക്ക് കടന്നു വരും. നമുക്ക് ഈശോയുടെ മുന്നിൽ മുട്ടുകുത്താം. ദൈവത്തിന്റെ കരവിരുതിന് വേണ്ടി നമുക്ക് ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കാം. ഒന്ന് വിളിച്ചേ, യേശുവേ, നിന്നിലെല്ലാം ജീവനും സ്നേഹവുമേ. കുമ്പിട്ട് വണങ്ങാം. യേശുനാഥ, യൗവനമേ ആഘോഷിക്കൂ. പ്രാണനാഥൻ, അല്ലയോ യുവാവേ ആഘോഷിക്കൂ. സ്നേഹരാജൻ, അല്ലയോ കുഞ്ഞു പൈതലെ ആഘോഷിക്കൂ. നീലെല്ലാം ജീവനും സ്നേഹവുമേ. യേശുനാഥ, ഈശോയുടെ മുന്നിൽ മുട്ടുകുത്തി യേശുനാഥ, ഇരുകരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി. സ്നേഹനാഥ, ഓ യേശുവേ, ഹൃദയം തേടിയിടും സ്നേഹമേ നീ. യേശുനാഥ, ഈശോയെ നോക്കി നിൽക്കുന്നു. കൈകൾ രണ്ടും മാറോട് ചേർന്നിരിക്കണം. കൺമുന്നിലുള്ളത് ആരാണ്? ഇതൊരു ഗോതമ്പപ്പമല്ല, മുറിക്കപ്പെട്ട ശരീരം. അഴകില്ലായിരുന്നു, ആകാര ഭംഗിയും, സർവരാൽ നിന്നത്, സർവരാൽ പരിത്യക്തൻ, കണ്ടാൽ ആളറിയത്തില്ല, കീറി മുറിഞ്ഞവൻ, നിനക്കായി, only for you. ഒന്ന് നോക്കുക, ആരുവിൽ നിന്ന് തോന്നുന്നുണ്ടോ? ആത്മീയ ജീവിതത്തിൽ തകർന്നെന്ന് തോന്നുന്നുണ്ടോ? ഒരു ക്രിസ്റ്റോഫനിക്ക് തടസ്സം നിൽക്കുന്ന പാപം എന്നെ വേട്ടയാടി. കൈ രണ്ടും മാറോടിയർത്ത് ഈ ടെലിവിഷൻ സ്ക്രീനിൽ ഈശോയുടെ കണ്ണിലേക്ക് നോക്കി നിന്നേ. ഒന്ന് കണ്ടേ. മകനേ, നീ മാന്യനായിടുവാൻ
വിശ്വസിച്ചോ? മകളെ യേശു, മകളെ ദൈവമേ, വിശ്വസിച്ചേ. നീ മാന്യയായിടുവാൻ മറ്റൊന്നിനും വേണ്ടിയല്ല, മറ്റൊന്നിനും വേണ്ടിയല്ല. നീനക്കായി പിടഞ്ഞിടുന്നു. പിടയുകയാണ്. കരങ്ങൾ നീനക്കായി തുളയ്ക്കപ്പെട്ടു. കാൽവരിയിൽ നീനക്കായി പിടഞ്ഞിടുന്നു. എനിക്കായി മാത്രം കരങ്ങൾ എനിക്കായി തുളയ്ക്കപ്പെട്ടു. യേശുവേ, യേശുവേ, നീ നോക്കുക, എനിക്കായി തകർന്നിടുന്നു. യേശുവേ, മകളെ യേശു വിളിച്ചേ. നീ നോക്കുക, നിനക്കായി നിനക്കായി തകർന്നിടുന്നു. എല്ലാരും വലതുകരം ഈശോയിലേക്ക് നീട്ടിക്കേ. കാൽവരി ഈശോയിലേക്ക് നീട്ടിക്കേ. നീനക്കായി പിടഞ്ഞിടുന്നു. യേശുവേ, കാൽക്കരങ്ങൾ നീനക്കായി തുളയ്ക്കപ്പെട്ടു. കാൽവരിയിൽ നീനക്കായി പിടഞ്ഞിടുന്നു. കാൽക്കരങ്ങൾ നീനക്കായി തുളയ്ക്കപ്പെട്ടു. മകനേ, നീ നോക്കുക, നിനക്കായി തകർന്നവനേ. കണ്ടാലോ ആളറിയുകില്ല. നോക്കിക്കേ, ചോര വാർന്ന മുഖം. ഉഴവുചാൽ പോൽ മുറിഞ്ഞിടുന്നു. ഈശോയെന്ന് നോക്കിക്കേ. കണ്ടാലോ പാപം. മുഖശോഭയിൽ എന്റെ പാപം എനിക്കായി അവൻ മുറിഞ്ഞു. ഞാൻ ഇത്രയും ദൈവത്തെ സ്നേഹിച്ചിരുന്നു. കണ്ടാലോ എനിക്ക് എവിടെയാ തെറ്റുപറ്റിയത്? ലോർഡ് ഹെൽപ് മീ ലോർഡ്. എന്നെ തള്ളരുതേ, എന്നെ തള്ളിക്കളയല്ലേ, എന്നെ തള്ളിക്കളയല്ലേ. കണ്ടാലോ മുഖശോഭയില്ല. ചോരയാൽ നിറഞ്ഞൊഴുകിയിടുന്നു. മകനേ, യേശുവേ, മകളേ, യേശു, നീ മാന്യനായിടുവാൻ. ഓ ദൈവമേ, മകളേ, മകളേ, നീ മാന്യയായിടുവാൻ. കാൽവരിയിൽ നിനക്കായി പിടഞ്ഞിടുന്നു. കാൽക്കരങ്ങൾ നിനക്കായി തുളയ്ക്കപ്പെട്ടു. കാൽവരിയിൽ നിനക്കായി പിടഞ്ഞിടുന്നു. കാൽക്കരങ്ങൾ നിനക്കായി തുളയ്ക്കപ്പെട്ടു. മകനേ, ഒരു രോഗിയായ പെൺകുട്ടി എൻ്റെ തൊട്ടടുത്ത് അമ്മയിരിക്കുന്നു. നിങ്ങൾ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ കുഞ്ഞിന്, അല്ലയോ അമ്മേ, നിങ്ങളുടെ കുഞ്ഞ് ജീവൻ മരണ പോരാട്ടത്തിൽ നിങ്ങളിപ്പോ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളിലേക്ക് ദൈവത്തിന്റെ കരവിരുതൊഴുകിക്കൊണ്ടിരിക്കുന്നു. ആ കുഞ്ഞിനെ ദൈവം ആശ്വസിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ നാളിൽ അമ്മ മരിച്ച ഒരു പെൺകുട്ടി ഈ പ്രോഗ്രാം കണ്ടുകൊണ്ട് നിർവികാരതയോടെ നോക്കി നിൽക്കുന്നു. ദൈവം നിങ്ങളെ തൊട്ടുകൊണ്ടിരിക്കുകയാണ്.
പരിശുദ്ധനാണ് അവൻ. ടാനിയ, God is watching over you. എന്തിനാണ് തളർന്നിരിക്കുക? നിന്റെ ഫ്യൂച്ചർ ഓർത്ത് നീ തളർന്നിരിക്കുക. God is touching you. റിജു, പ്രതീക്ഷിച്ച ജോലി, ജോബിലെ സ്ട്രെസ്, you lost your confidence. God is touching you. ഡെൻസിൽ, ദൈവം നിന്നെ തൊട്ടുകൊണ്ടിരിക്കുകയാണ്. IELTS, OET, സംതിങ് ലൈക്ക് ദാറ്റ്. പ്രതീക്ഷിച്ച സ്കോർ ഇല്ലാത്തത് കൊണ്ട് മരിച്ചാൽ മതിയെന്ന് ഒരു നേഴ്സ് പെൺകുട്ടി ചിന്തിച്ച് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നു. മാക്സ് പ്രോഗ്രാം വെയിറ്റ് ചെയ്യുക, അടുത്ത ഡേറ്റ് എടുക്കുക. നിങ്ങളെ യൂറോപ്പിലൊരു രാജ്യത്തേക്ക് ദൈവം മാറ്റാൻ പോകുന്നു. മേരി ആൻ, നിന്നെ ആർക്കും വേണ്ടെന്ന് നീ കരുതരുത്. You are a chosen one. ജോ, മമ്മി നിന്നെ ജോക്കുട്ടാന്ന് വിളിക്കുന്നു. You are an evangelist. God wants to use you very powerfully for His kingdom. ബോഡിയിൽ വൃണങ്ങൾ പോലെ കുരുക്കളുള്ള ഒരു പെൺകുട്ടി ഒരിടത്ത് വരും, അത് മൂടും, പിന്നെ അത് ബ്ലാക്ക് പാച്ച് പോലെ വരും. നോക്കിക്കോ ഒന്നുകൂടെ ശരീരത്ത്, നിന്റെ ബോഡി സാറയെ പോലെ മാർദ്ദവമാവുകയാണ്. യൂട്രസിൽ ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്ത് ഹെവി മെഡിക്കൽ പ്രോബ്ലം ആണെന്ന് ഡോക്ടർ നോക്കിയിരിക്കുന്ന പെൺകുട്ടി, ഇറ്റ്സ് ഓപ്പൺഡ്. യേശു തൊട്ടുകൊണ്ടിരിക്കുന്നു. പരിശുദ്ധനാണ് അവൻ, മഹോന്നതനാണ്, സർവശക്തനാണ്, ആൽഫയാണ്, ഒമേഗയാണ്. ചീഞ്ഞളിഞ്ഞ ലാസറിനെ, അല്ലയോ ലാസർ, അമേസിംഗ് ഗോഡ്. വിളിക്കാൻ പറ്റുന്നവർ വിളിച്ചോ. TV സ്ക്രീനിൽ ഈശോയുടെ മുഖത്ത് നോക്കി വലത് കൈ ഉയർത്തി ഈശോയെ എന്ന് വിളിച്ചോ. ധൈര്യമുള്ളവർ വിളിക്കുക. മാറത്തടിച്ചു വിളിക്കട്ടെ. പരിശുദ്ധനെ രാജാവേ, പരിശുദ്ധനെ രാജാവേ, വിളിച്ച് 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 രാജാവേ, ഇതുപോലൊരു ദൈവമില്ല. പരിശുദ്ധനെ, ഇതുപോലൊരു ദൈവമില്ല. രമ്യ, രമ്യ, ദൈവം തൊട്ടുകൊണ്ടിരിക്കുന്നു. അനു, ദൈവം തൊട്ടുകൊണ്ടിരിക്കുന്നു. പപ്പയുടെ ആത്മഹത്യ ജീവിതം തകർത്ത കുഞ്ഞുങ്ങൾ ഇത് നോക്കിയിരിക്കുന്നു. ദൈവം നിങ്ങളെ തൊട്ടുകൊണ്ടിരിക്കുന്നു. ഡിപ്രഷനിലൂടെ കടന്നു പോകുന്ന റൈച്ചൽ ദൈവം തൊട്ടുകൊണ്ടിരിക്കുന്നു.
രാജാവേ രാജാവേ അങ്ങേ വാഴ്ത്തുന്നേ അങ്ങേ വാഴ്ത്തുന്നു അങ്ങേ വാഴ്ത്തുന്നു പരിശുദ്ധരേ രാജാവേ അങ്ങേ വാഴ്ത്തുന്നു അങ്ങേ വാഴ്ത്തുന്നു ഹല്ലേലൂയ ഹല്ലേലൂയ വലതുകരം ഉയർത്തിക്കോ ഹല്ലേലൂയ യേശുവിനെ നോക്ക് ഹല്ലേലൂയ ആമേൻ ഇതാ ദൈവത്തിന്റെ അഭിഷിക്തൻ യേശുവിനെ ഉയർത്തുകയാണ്. നട്ടുവളർത്തുവാൻ പിഴുതെറിയുവാൻ ദൈവം കൊടുത്ത അധികാരത്തോടെ ഇതാ ഉയരുകയാണ് ദൈവം. വിളിച്ചോ വിളിച്ചോ വിളിച്ചേ കുമ്പിട്ട് വണങ്ങിക്കേ വിളിച്ചേ 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 പരിശുദ്ധനെ പരിശുദ്ധനെ വിളിച്ചേ കൈകളടിച്ചോ പോരാ യേശുവേ ചില ശരീരങ്ങളെ തൊട്ടുകൊണ്ടിരിക്കുന്നു. ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നതുപോലെ വ്യക്തികളെ തൊട്ടുകൊണ്ടിരിക്കുന്നു. ക്രിസ്റ്റോഫനി ദൈവത്തിന്റെ സാന്നിധ്യം. ഓ യേശുവേ 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 പരിശുദ്ധരേ രാജാവേ രാജാവേ പരിശുദ്ധരേ പരിശുദ്ധനേ രാജാവേ രാജാവേ പരിശുദ്ധരേ പരിശുദ്ധനേ രാജാവേ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. രാജാവേ കുമ്പിട്ട് വണങ്ങാം ആശീർവാദത്തിനായി. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമദിവ്യ പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ ഇന്നുമെന്നും അങ്ങേക്കാരാധന. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഇരുകരങ്ങൾ ഉയർത്തി ഈശോയെ നോക്കി ദിവ്യകാരുണ്യമേ ഇന്നുമെന്നും അങ്ങേക്കാരാധന ഇന്നുമെന്നും അങ്ങേക്കാരാധന. ഈശോയ്ക്ക് വാക്കുകൊടുത്തേ. ഇന്നു തൊട്ട് മരണം വരെ എന്റെ അവസാന ശ്വാസം വരെ ഞാൻ നിനക്കുള്ളതായിരിക്കും. എനിക്കൊരു ക്രിസ്റ്റോഫനി എക്സ്പീരിയൻസ്. ഗീവ് മീ ആൻ എക്സ്പീരിയൻസ്. ദൈവം നിങ്ങളെ തൊട്ടുകൊണ്ടിരിക്കുന്നു. നാളെ ഇതേ സമയം we will be back to this place in Jesus name. Amen.